രമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അസാധാരണമായ ചില അനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ ഗിരീഷ് അവറുകളാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടി ചെയ്യണം. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ വലിയ നിലയിൽ സ്വാധീനിക്കുവാൻ ഇടയായിത്തീരുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേന്. ദൈവം നടത്തിയ ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതിൽ നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഗിരീഷ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അരോമ ടിവിയിലൂടെ എളിയവന്റെ സാക്ഷ്യം പറയുവാൻ ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, അരോമ ടിവിയുടെ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടാതെ ഈ അരോമ ടിവിയിൽ എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ ഹൈദരാബാദിൽ ശുശ്രൂഷയിലായിരിക്കുന്ന, അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ പോൾ ദുദിപാല അവരുകളെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമയത്ത് ഞാൻ നന്ദി കരയറ്റുകയാണ്. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും കർത്താവിന്റെ സ്നേഹത്തെയും ക്രിസ്തുവിന്റെ വിടുതലിനെയും കർത്താവിന്റെ മഹത്വത്തെ രുചിച്ചറിയുവാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ, എൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ, എൻ്റെ ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽ തന്നെ കർത്താവിനെ രുചിച്ചറിയുവാൻ കർത്താവിനിക്ക് അനുഭവങ്ങളെ, സാഹചര്യങ്ങളെയും കർത്താവിനിക്ക് തന്നു. ഞാനിപ്പോൾ അരോമ ടിവിയിലെ ഈ സാക്ഷ്യം പറയുവാൻ ഞാൻ ജോയിൻ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. എനിക്ക് കുടുംബമുണ്ട്. എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ, ഇവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യയുടെ പേര് ഗായത്രി എന്നാണ്. എനിക്ക് കർത്താവ് അനുഗ്രഹിച്ച് 2 തലമുറകളെ തന്നു. മൂത്തത് ഒരു ആൺകുഞ്ഞും ഇളയത് ഒരു പെൺകുഞ്ഞിനെയും കർത്താവ് എനിക്ക് ദാനമായി കർത്താവ് തന്നു. എൻ്റെ ഭാര്യ എന്നെ പോലെ തന്നെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബ മാതാപിതാക്കളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൂത്തവൻ ആൺകുഞ്ഞാണ്. ഇപ്പോൾ LKG പഠിക്കുന്നു. ഇളയത് ഈ മാസം 8 മാസം തികയുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വയലിലായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ വയലിൽ ഞാൻ സഭാ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച ഏകദേശം 100ഓളം വിശ്വാസികൾ തികച്ചും ഹൈന്ദവ മാർഗത്തിൽ നിന്നും വിശ്വാസത്തിൽ കടന്നു വന്ന് സ്നാനപ്പെട്ട ഒരു പറ്റം ദൈവജനത്തോടൊപ്പം കിളിമാനൂരിലെ പട്ടണത്തിൽ ഒരു ഹാളിൽ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുകയും ദേശത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് ഒരു പറ്റം ആത്മീയ അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉത്തമമായതും പ്രയോജനമുള്ളതുമായ കാര്യങ്ങൾ ഈ അരോമ ടിവിയിലൂടെ ചർച്ച ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കർത്താവായ യേശുവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെ ഞാൻ രുചിച്ചറിഞ്ഞത്. എൻ്റെ സ്വദേശം കിളിമാനൂരാണെങ്കിലും ഞാൻ ജനിച്ചതും
എൻ്റെ 8 വയസ്സ് വരെ ഞാൻ വളർന്നതും ഞാനും എൻ്റെ സഹോദരിയോടൊപ്പം, എനിക്കൊരു സഹോദരിയുണ്ട്, അതുകൂടെ പറയട്ടെ. എൻ്റെ സഹോദരിയുണ്ട്. സഹോദരി നഴ്സായിട്ട് നോർത്തേൺ അയർലൻഡ്, UK നോർത്തേൺ അയർലൻഡിൽ കുടുംബമായി വിവാഹിതയാണ്. കുടുംബമായിട്ട് അവരവിടെ ആയിരിക്കുന്നു, സെറ്റിൽഡ് ആയിരിക്കുന്നു. അവിടെയും അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ അവർ വർഷിപ്പ് ലീഡേഴ്സ് ആണ്. ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയിൽ അവരായിരിക്കുന്നു. അവർക്കും അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ കർത്താവ് കൊടുത്തു. ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞിനെയും കർത്താവ് അവർക്ക് ദാനമായി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലം, ശരിക്കും കുട്ടിക്കാലം, ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ വളർന്നതെല്ലാം തമിഴ്നാട്ടിലെ ഇന്ന് ചെന്നൈ എന്നറിയപ്പെടുന്ന പഴയ മദ്രാസ് എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. കാരണം എൻ്റെ അമ്മയുടെ പിതാവ്, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കിളിമാനൂരിൽ നിന്നും അദ്ദേഹം മൈഗ്രേറ്റ് ചെയ്ത് ചെന്നൈയിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് ആണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ അവിടെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സഹോദരിയും ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ എൻ്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ വിവാഹിതയായിട്ട് 5 വർഷത്തോളം ഒരു തലമുറയില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ട് ഏകദേശം 5-ാമത്തെ വർഷമാണ് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് കൊടുത്തത്, ദൈവം കൊടുത്തു. അപ്പോ ആ ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്നതിൽ വലിയ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞു പ്രായത്തിൽ തന്നെ എനിക്ക് വളരെയധികം ബാലാരിഷ്ടതകൾ ഇവിടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. 3-ാമത്തെ മാസം മുതൽ തൊട്ടിൽ കിടന്ന എനിക്ക് എൻ്റെ ശ്വാസകോശത്തിൽ നിന്നും അസാധാരണമായ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് എൻ്റെ അമ്മ ഓടി വന്നതായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ കുഞ്ഞുനാൾ 3-ാം മാസം മുതൽ അസാധാരണമായിട്ടുള്ള ഒരു ആസ്മയുടെ അസ്വസ്ഥത, ആസ്മയുടെ രോഗം എന്നെ ബാധിച്ചു. അന്നത്തെ കാലത്ത് ചെന്നൈയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ലഭിച്ചിരുന്ന ഹോസ്പിറ്റലിലും ഡോക്ടർമാരുടെ അടുക്കലൊക്കെയും എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയ സാക്ഷ്യം പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർമാരുടെ അടുക്കൽ കൊടുത്തു ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ നടത്തിയിട്ടും രോഗം ഭേദമാകാതെ വന്നപ്പോൾ ഒടുവിൽ പലരും പറഞ്ഞു കേട്ട് എൻ്റെ അമ്മ, എല്ലാവരും സാധാരണ ഞങ്ങളെപ്പോലെ ഈ ഹൈന്ദവ വിശ്വാസത്തിൽ വരുന്നവർ ചെയ്യുന്നത് പോലെ മന്ത്രവാദികളുടെ അടുക്കലും പള്ളികളിലും ഒക്കെ കടന്നുപോയി, ക്ഷേത്രങ്ങളിലൊക്കെ കടന്നുപോയി നേർച്ച കാഴ്ചകൾ കഴിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് അറിയപ്പെടുന്ന വലിയ ജ്യോത്സ്യന്മാരുടെയൊക്കെ അടുക്കൽ പോയിട്ട് എൻ്റെ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാറുണ്ട്, നക്ഷത്രങ്ങളും ജാതകവും ഒക്കെ നോക്കി എന്നെ കുറിച്ചുള്ള ദോഷങ്ങൾ പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ കുഞ്ഞ്, നിങ്ങളുടെ മകൻ ഇനി അധിക കാലം ജീവിച്ചിരിക്കില്ല. അഥവാ ജീവിച്ചിരുന്നാൽ തന്നെ ഏറിയാൽ ഒരു 16 അല്ലെങ്കിൽ മാക്സിമം 18 വയസ്സ്. അതിനപ്പുറം ഇവൻ ഒരിക്കലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് അവർ പ്രവചിച്ചു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആകെ തകർന്നു പോയി. കാരണം ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അവർ വളരെ പ്രാധാന്യം കൊടുത്ത ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ചികിത്സ തരാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തരുവാനും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന വിശ്വാസത്തോടെ പല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അന്ന് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് എൻ്റെ അവസ്ഥകൾ വളരെ 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 തകർന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കടന്നുപോയി. എൻ്റെ അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഡാഡി അന്ന് ബോംബെ ഹൈയിൽ പെട്രോളിയം കമ്പനിയിൽ വെൽഡറായി ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അദ്ദേഹം ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് നാട്ടിൽ വരുന്നത്. എൻ്റെ അവസ്ഥകളെ കുറിച്ച് എൻ്റെ അമ്മ എൻ്റെ ഡാഡിയോട് പറയുമ്പോൾ ഡാഡി പറയും, എല്ലാം ശരിയാകും, സാരമില്ല, കുഞ്ഞുങ്ങളാകുമ്പോൾ ഇങ്ങനെയുള്ള ദുരിതത്തിലൊക്കെ കടന്നു പോകും, അവസ്ഥകളെ കടന്നു പോകും. നമ്മൾ അവിടെയൊക്കെ നമ്മൾ സഹനത്തോടെ മുമ്പോട്ട് പോകണം.
എന്ന് പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ദുരവസ്ഥ, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, പലപ്പോഴും അതിന്റെ ഭീകരാവസ്ഥ ഏറ്റവും കൂടുതൽ കണ്ടത്, അനുഭവിച്ചത് എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ രാത്രികാലം എനിക്കുണ്ടാകുന്ന അസാധാരണമായ ആസ്മ, പലപ്പോഴും ശ്വാസം കിട്ടാതെ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, എൻ്റെ അങ്കിളും ചേർന്ന് എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ തുടർമാനമായി സംഭവിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെ പോയാൽ എൻ്റെ മകൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന നിലവാരത്തിൽ ആ ജ്യോത്സ്യനും ആ മന്ത്രവാദിയും പറയുന്നത് വിശ്വസിച്ച് പോയേക്കാവുന്ന അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകുന്ന ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും എൻ്റെ മകൻ ഇപ്പോൾ മരിച്ചു പോകും, ഇന്ന് രാത്രി മരിച്ചു പോകും എന്നുവരെ ചിന്തിച്ച് കരഞ്ഞു പോയ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ എൻ്റെ മകനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നിലവിളിച്ച പല രാത്രികൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ അപ്പന്റെ സഹോദരി വിശാഖപട്ടണത്തിൽ വെച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഒരു ആത്മഹത്യയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അരയിൽ വിഷക്കുപ്പിയുമായിട്ടിരിക്കുന്ന അവരെ ഒരു ഡോക്ടർ സുവിശേഷം പറഞ്ഞ് വിശാഖപട്ടണത്തിൽ ഒരു സഭയിൽ കടന്നു പോവുകയും അവിടെ വെച്ച് ഒരു പ്രവാചകൻ അവരോട് ദൈവത്തിന്റെ ആലോചന പറയുകയും അവർ ആ വിഷക്കുപ്പി ദൂരെ എറിഞ്ഞ് സുവിശേഷത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ സുവിശേഷം കേട്ട ആ മാതാവ് ആ വിഷക്കുപ്പി ദൂരെ എറിഞ്ഞു കളഞ്ഞ് ആത്മനിറവുള്ളവളായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ രക്ഷകനായി സ്വീകരിച്ച സമയത്ത് ആ രക്ഷ തങ്ങളുടെ സഹോദരങ്ങളോട് അറിയിക്കണമെന്നുള്ള വളരെ സന്തോഷത്തോടു കൂടെ വിശാഖപട്ടണത്തിൽ നിന്നും ചെന്നൈയിലേക്ക് വരുമ്പോഴാണ് ഞാൻ കടന്നു പോകുന്ന സാഹചര്യം അവർക്ക് കാണുവാൻ ഇടയായത്. അങ്ങനെ അവർ യേശുവിനെ കുറിച്ച് എൻ്റെ അമ്മയോട് അവർ സുവിശേഷം പറഞ്ഞു. മോളെ, നിന്റെ മകനെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ബലിയായി തീർന്ന ആ കർത്താവ് സൗഖ്യദായകനാണ്. ആ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ആ കർത്താവ് സ്തോത്രം വിടുതൽ നൽകുന്ന കർത്താവാണ്. ആ കർത്താവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ മകനെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. എന്നാൽ തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയായി അമ്പലങ്ങളിൽ എല്ലാ ആഴ്ചയും ടൂർ പോകുന്നത് പോലെ അമ്പലങ്ങളിൽ പോവുകയും അമ്പലങ്ങളിൽ കിടന്നുറങ്ങി അമ്പലത്തിൽ തന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സാഹചര്യങ്ങൾ എൻ്റെ രോഗം മൂർച്ഛിച്ചു വരുമ്പോൾ കയ്യിൽ നിന്നും എൻ്റെ മകൻ പിടിവിട്ടു പോകുന്നു, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥയുടെ ആഴത്തിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മ ആ അമ്മച്ചി പറഞ്ഞ ആ കർത്താവായ യേശുവിനെ ഒരു ദിവസം രാത്രി വാവിട്ട് വിളിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, യേശു ജീവനുള്ള ദൈവമാണെങ്കിൽ, യേശു സത്യ ദൈവമാണെങ്കിൽ, ആ യേശുവെ നീ എൻ്റെ മകന് ഒരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ നീ കൃപ കൊടുക്കണമേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ നിലവിളിച്ചു. അങ്ങനെ നിലവിളിച്ച സമയത്ത്, ഒരു രാത്രി നിലവിളിക്കുന്ന സമയത്ത് ഉറക്കം പോലുമില്ലാതെ ആസ്മ രോഗത്താൽ കരയുന്ന, മറ്റുള്ളവർക്കും ഞാൻ മുഖാന്തരം ഉറക്കമില്ലാത്ത ഒരു സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ അമ്മ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങിയപ്പോൾ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഈ ദൈവം കരയുന്ന കണ്ണുനീരിന് മറുപടി നൽകുന്ന ദൈവമാണ്, കണ്ണുനീര് കണ്ടാൽ മനസ്സലിയുന്ന ദൈവമാണ് എന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുകയും എൻ്റെ അമ്മ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പച്ചി എന്നാണ് പറയുന്നത്, അപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നത്. അവരെ അന്ന് ഈ ഫോണൊന്നുമില്ല, അന്ന് ലെറ്റർ അയച്ച് അവരോട് പറഞ്ഞു, എനിക്ക് യേശുവിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായി അറിയണം. അപ്പച്ചി പറഞ്ഞ യേശുവിനെ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എൻ്റെ അവസ്ഥ കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ യേശുവിനെ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൻ അമ്പലത്തിൽ കടന്നു പോയിട്ടും ഡോക്ടർമാരുടെ അടുക്കൽ കടന്നു പോയിട്ടും
മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയിട്ടും മന്ത്രവാദികൾ അടുക്കൽ കൊണ്ടുപോയിട്ടും സുഖമായി ഉറങ്ങാത്ത, ഒരു തരി പോലും സുഖമില്ലാതെ കിടന്ന എൻ്റെ മകൻ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. ആ യേശുവിനെ എനിക്ക് വേണം, ആ യേശുവിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുകയും ആ അമ്മച്ചി കടന്നു വന്ന് എൻ്റെ അമ്മയ്ക്ക് കൂട്ടായ്മയുടെ കൈത്താങ്ങൽ കൊടുക്കുകയും കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് കുറച്ചും കൂടെ ആഴമായി വിശദീകരിച്ചു കൊടുത്തു. വചനം അവർക്കറിയാവുന്ന നിലയിൽ അവർ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ യേശുവിനെ കുറിച്ച് എൻ്റെ അമ്മയുടെ അകത്ത് രക്ഷയുടെ വിത്ത് വീണെങ്കിലും, എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും, എൻ്റെ വീട്ടിനകത്തുള്ളവർ, എൻ്റെ അമ്മയുടെ അപ്പനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ യേശു എന്ന് പറയുന്നത് ഒരു മതമാറ്റമാണ്, അല്ലെങ്കിൽ അത് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്, അത് കുടുംബത്തിന് മുഴുവൻ പേരുദൂഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായതുകൊണ്ട് എൻ്റെ അമ്മ വളരെ രഹസ്യമായി രാത്രികാലങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പലപ്പോഴും രാത്രികളിൽ ആ അമ്മച്ചിയും കടന്നു വന്ന് വിശാഖപട്ടണത്തിൽ നിന്നും ചെന്നൈയിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ഒരു ചർച്ചിൽ പോകുവാനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോകുവാനോ ഒന്നും സ്വാതന്ത്ര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്തൊക്കെ കർത്താവായ യേശുവിന്റെ ആ വലിയ സ്നേഹം, കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ വ്യക്തിപരമായി ഞങ്ങൾ അനുഭവിച്ച എൻ്റെ അമ്മയിലൂടെ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ യേശുവിനെ അനുഭവിച്ച അനുഭവങ്ങളായിരുന്നു. യേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ ഉള്ള അവസരങ്ങളായിരുന്നു ആ സമയത്തൊക്കെ. എന്നാൽ കുറച്ചു കഴിഞ്ഞു, അങ്ങനെ രഹസ്യമായി പ്രാർത്ഥിക്കുകയും രഹസ്യമായി ലഭിച്ച ഒരു അല്പം വെളിച്ചത്തിൽ, അല്പം ഒരു സുവിശേഷ സത്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ 8ാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഒരു വീട്, ഇവിടെ വന്ന് താമസിക്കണമെന്ന് എൻ്റെ ഡാഡി ബോംബെയിൽ നിന്ന് കത്തെഴുതുകയും അതനുസരിച്ച് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ കുടുംബമായി ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നു. അത് അല്പമല്ല ഞങ്ങളെ അല്പമല്ല വിഷമത്തിലാക്കിയത്. കാരണം നാട്ടിലേക്ക് വന്നാൽ, ഈ നമ്മളെ മലയാളത്തിൽ ഒരു പദമുണ്ട്, ഈ പട പേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ അവിടെ ചൂട്ടും കെട്ടി പട എന്ന് പറയുന്ന പോലെ, നാട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ വന്ന് താമസിക്കേണ്ടത് എൻ്റെ ഡാഡിയുടെ കുടുംബമാണ്. അവിടെയാണെങ്കിൽ സ്വന്തമായി കോമ്പൗണ്ടിലെ അമ്പലവും വിശ്വാസവും അങ്ങനെ ഹൈന്ദവത്തിന്റെ വളരെ ആഴമായിട്ടുള്ള ആചാരങ്ങളിലും മര്യാദകളിലും പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഡാഡിയുടെ കുടുംബം. അപ്പോൾ ഡാഡിയുടെ കുടുംബത്തിൽ വന്ന് താമസിക്കാൻ കടന്നു വന്നാൽ എൻ്റെ മകനെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഇവിടെ യേശു എന്ന് പറയാൻ പോലും കഴിയില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ അറിഞ്ഞ ഈ സത്യത്തെ ഞാൻ എങ്ങനെ അത് വിശ്വാസത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ എൻ്റെ അമ്മ വളരെ ഭാരപ്പെട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറുമ്പോൾ, അന്ന് രാത്രി 7 മണിക്ക് ട്രെയിൻ വിടുമ്പോൾ ട്രെയിനിന്റെ ബെർത്തിൽ കിടന്ന് എൻ്റെ കണ്ണുനീര് ബെർത്തിൽ നനഞ്ഞത് ഞാൻ ഇന്ന് ഓർമ്മയുണ്ട്. അങ്ങനെ ചെന്നൈ പട്ടണം വിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മയുടെ ഹൃദയം മുഴുവനും വേദനയായിരുന്നു. കാരണം ആ ഒരു ആത്മീക സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുമോ, എൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ള ഒരു ചിന്തയോടെ ആയിരുന്നു ചെന്നൈയിൽ നിന്ന് വണ്ടി കയറിയത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതൊന്നുമല്ലായിരുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതികൾ ആരംഭിച്ചത് ഞങ്ങൾ ചെന്നൈ വിട്ട് ഈ കേരളത്തിലേക്ക് വന്നപ്പോഴായിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും ചില വിഷയങ്ങളെ ഓർത്ത്, നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെ ഓർത്ത് പലപ്പോഴും നമ്മൾ എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ ചിന്താകുഴപ്പത്തിലാകുന്ന, എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന കാര്യത്തെ ദൈവം നമുക്കൊരു വലിയ നന്മയാക്കി തീർക്കാറുണ്ട് എന്ന് പലപ്പോഴും എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യത്തിലും ഉടനീളം എനിക്ക് പറയാനുള്ളത് അതാണ്. ഞങ്ങൾ ഭയന്നതുപോലെയോ ഞങ്ങൾ വേദനിച്ചതുപോലെയോ അല്ലെങ്കിൽ ആകുലപ്പെട്ടതുപോലെയോ ഒന്നും സംഭവിക്കാൻ ദൈവം ഇടയാക്കിയില്ല. പലപ്പോഴും ജീവിതത്തിൽ കൈപ്പുറവുകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും പ്രതീക്ഷിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ശത്രു
ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ദൈവം അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു നന്മയ്ക്ക് വേണ്ടി കർത്താവ് അത് മുഖാന്തരമാക്കി, ആത്മീക വർധനവിന് അത് മുഖാന്തരമാക്കി, വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അത് മുഖാന്തരമാക്കി, ശുശ്രൂഷയുടെ വളർച്ചയ്ക്കൊക്കെ കർത്താവിന്റെ വേലയിൽ ഒരു മുതൽക്കൂട്ടായി തീരുവാനും ആ അനുഭവങ്ങളൊക്കെ കർത്താവ് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായി തരുവാൻ ഇടയാക്കി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സത്യം. നാട്ടിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അറിയില്ല ആയിരുന്നു, പക്ഷെ കർത്താവിന് ഞങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഈ കേരളത്തിന്റെ ഈ കിളിമാനൂരിൽ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ വന്ന ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ചെന്നൈയിൽ വെച്ച് ഹൃദയത്തിൽ വീണ ആ ഒരു ചെറിയ വിശ്വാസത്തിന്റെ വിത്ത് ഈ ഒരിക്കലും ആ വിശ്വാസം വളരുവാൻ സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞങ്ങൾ പറിച്ചു നടപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഞങ്ങളെ വളർത്തുവാൻ പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ അപ്പന്റെ കുടുംബമാണെങ്കിൽ അവർ സുവിശേഷത്തിന് വളരെ വിരോധികളായ ഒരു ആയിരുന്നു. യേശു എന്ന പേര് പറയാൻ പോലും യേശു എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളെ വിരട്ടുന്ന, ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു. പക്ഷെ അവിടെ കടന്നു വന്നപ്പോഴും ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ദേശത്തിൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും കർത്താവിന് സാക്ഷിയാകുവാനും കുടുംബമായിട്ട് സാക്ഷിയാകുവാനും ഒക്കെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചു ദൂരെ മാറി താമസിക്കുവാൻ ഒരു ഭവനവും കൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. സ്തോത്രം. ആമേൻ. ആ ഭവനത്തിൽ വെച്ചായിരുന്നു ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അവിടെ കൂടുതൽ ശക്തിപ്പെട്ടത്. കർത്താവിനോടുള്ള ഭക്തിയിലും കർത്താവിന്റെ ഉദ്ദേശങ്ങളിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്, ദൈവിക ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ടത് അവിടെ വെച്ചായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ വരികയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പോലും പ്രാപിക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തത് ഞങ്ങൾ ആ ഭവനത്തിൽ വെച്ചായിരുന്നു. ആമേൻ. പലപ്പോഴും എൻ്റെ അമ്മയും ഞാനും എൻ്റെ സഹോദരിയും ഒത്തൊരുമിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വചനങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ബൈബിളിൽ എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിലുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ ഇന്നും അത് ഓർക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഫൗണ്ടേഷനായി മാറി എന്ന് വേണം പറയാം. വിശ്വാസത്തിന്റെ ഫൗണ്ടേഷനായി ഞങ്ങൾക്കത് മാറ്റപ്പെട്ടു. പലപ്പോഴും ഒറ്റയ്ക്കാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഒറ്റയ്ക്ക് ആ ഭവനത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചത് ഇന്നും ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചെന്നൈയിലുള്ള അവസ്ഥ പോലെയല്ല നാട്ടിൽ ഒരുപാട് ചർച്ചസുകൾ ഉണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അവിടെ ഇവിടെയൊക്കെ ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് 1991 1991 അന്ന് അവിടെ ഇവിടങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളുണ്ട്, കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട്. പക്ഷെ അത് കിളിമാനൂരിലൊന്നും ആയിരുന്നില്ല. കൊല്ലത്തും കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തും ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. കാര്യം എൻ്റെ വളരെ അസുഖബാധിതനായ എന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയി അവിടെ കടന്നു വരുന്ന ദൈവദാസന്മാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ എനിക്ക് വിടുതൽ ലഭിക്കുമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അങ്ങനെ ദാഹിച്ചിരുന്നാലും ഒരു തികച്ചും ഹൈന്ദവ പശ്ചാത്തലമുള്ള ഒരു കുടുംബം, ഒരു നാട്, അതിന് നടുവിൽ നിന്നും എങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ് യോഗത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഞങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത അപ്പൻ അറിയും. അത് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സംഘർഷത്തിന്റെ അവസ്ഥകൾക്ക് അത് മുഖാന്തരമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ ഹിന്ദുക്കൾ ഹൈന്ദവ കല്യാണത്തിന് പോകുമ്പോൾ ഹിന്ദുക്കൾ എങ്ങനെയാണോ അണിഞ്ഞൊരുങ്ങുന്നത് അതുപോലെ പൊട്ടൊക്കെ വെച്ച് കുറിയൊക്കെ ഇട്ട്
ഇങ്ങനെ ഭസ്മമൊക്കെ തേച്ച് വലിയ കമ്മലൊക്കെ ധരിച്ച് പട്ടുസാരിയൊക്കെ ഉടുത്ത് വലിയ മാലയൊക്കെ സ്വർണ്ണമാലയൊക്കെ ഇട്ട് എൻ്റെ അമ്മ ഞങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോയിട്ടിരിക്കുമ്പോൾ ചില ദൈവദാസന്മാർ ഏറ്റവും മുമ്പിൽ പോയിരിക്കും. കാരണം എൻ്റെ മകന് വിടുതൽ കിട്ടട്ടെ, എൻ്റെ മകന്റെ ആസ്മാരോഗം മാറണം, അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവന് ഒരു വിടുതൽ യേശുവിന് മാത്രമേ തരുവാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യമുള്ള എൻ്റെ അമ്മ ഏറ്റവും മുമ്പിൽ പോയി, സദസ്സിന്റെ മുമ്പിൽ പോയി ഇരിക്കുമ്പോൾ മിക്കവാറും വരുന്ന ദൈവദാസന്മാർ എൻ്റെ അമ്മയെ നോക്കിയിട്ട് പറയുമായിരുന്നു, ആമേ, നിനക്ക് ആഭരണപ്രമമാണ്, ലോകമോഹത്തെ ഉപേക്ഷിച്ച് കർത്താവിന്റെ ഉപദേശത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശരിക്കുള്ള നിയോഗമുള്ള കർത്താവിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ചിലർ എൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് പറയുമായിരുന്നു, നിന്റെ അവസ്ഥ ഞാൻ അറിയുന്നു, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ള ഇടം എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കർത്താവിന്റെ അഭിഷിക്തന്മാർ ആലോചന പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ അമ്മയോട് ആ ദൈവിക ദൂതുകൾ ലഭിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ നിന്നെ കുടുംബമായിട്ട് എൻ്റെ കർത്താവിന്റെ എൻ്റെ വയലിൽ ഞാൻ വിളിച്ചിരിക്കുന്നു, നിന്റെ മകനെ ഞാൻ എൻ്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നു, നിന്റെ മകനെ കൊന്നുകളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ശത്രു വാദിക്കുന്നുണ്ട്, പോരാടുന്നുണ്ട്, പക്ഷേ നീ വിശ്വസിച്ചാൽ നിന്റെ മകന്റെ വിഷയത്തിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ദൈവദാസന്മാർ ആലോചന പറയുമ്പോൾ ആ ഒറ്റ ദൂതിൽ സന്തോഷത്തോടു കൂടെ എൻ്റെ അമ്മ ഞങ്ങളെ വീണ്ടും വീണ്ടും അടുത്ത യോഗങ്ങളിൽ പുതിയ കൊച്ചു കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നാട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ നാട്ടുംപുറമാണ്, സിറ്റി അല്ല, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ പലരും ചോദിക്കും, എവിടെ പോകുന്നു. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങളുടെ വീട് വരെ ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ 1.5 കിലോമീറ്ററിന് അടുപ്പിച്ച് പലരും ചോദിക്കും, എവിടെ പോകുന്നു, എവിടെയാണ് പോകുന്നത്, ഇത്ര രാവിലെ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഏത് ദിക്കിലോട്ട് പോകുന്നു. നാട്ടുംപുറത്തുകാരങ്ങനെയാണ്, അവർ കാര്യങ്ങൾ ഇങ്ങനെ ചൂഴ്ന്ന് ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ കർത്താവിൽ ആശ്രയിച്ച് അവിടെയൊക്കെ രക്ഷപ്പെട്ട് എന്നെ രക്ഷിക്കുവാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ എന്നെ കൊണ്ടുപോയത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രായം ഇങ്ങനെ വരികയാണ്. 8 കഴിഞ്ഞു, എൻ്റെ പ്രായം 10 വയസ്സിലൊക്കെ 10-12 വയസ്സിലൊക്കെ ഞാൻ ആകുമ്പോൾ പതുക്കെ എൻ്റെ വിശ്വാസം കർത്താവിൽ നിന്നും അകലുവാൻ തുടങ്ങി. ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലെവലിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ വിശ്വാസം പതുക്കെ കർത്താവിൽ നിന്നും വിശ്വാസം അകലുവാൻ തുടങ്ങി. പതുക്കെ ആ പഴയ തീക്ഷ്ണതയൊക്കെ മാറിയിട്ട് ഞാനൊരു ചെറിയ ലോക മനുഷ്യനായി മാറി. കൗമാരപ്രായത്തിലേക്ക് വരികയാണല്ലോ, ആ സമയത്ത് ഞാൻ ലോകം കാണുകയും ലോകത്തിലുള്ളത് കാണുകയും ലോകത്തിലെ സിനിമകളും സ്പോർട്സും അങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ആകർഷിതനാവുകയും പതുക്കെ ഞാൻ ലോക മനുഷ്യനിലേക്ക്, അങ്ങനെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ അമ്മയെ വളരെ ദുഃഖമുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പതുക്കെ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചുമ്മാതെയാണ്. ഈ ദൈവദാസന്മാരൊക്കെ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇതൊക്കെ മനസ്സിന്റെ ഒരുതരം ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ എൻ്റെ അമ്മയെ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങുന്ന നിലയിൽ എൻ്റെ വിശ്വാസം കുറയുവാൻ തുടങ്ങി. എൻ്റെ വിശ്വാസം കുറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പഴയ അസുഖം വീണ്ടും എന്നെ വേട്ടയാടാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ വീണ്ടും ഞാൻ രോഗിയാവാൻ തുടങ്ങി. പല ആഴ്ചകൾ, മാസങ്ങൾ ഞാൻ ഹോസ്പിറ്റലുകളിൽ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരം പുലയനാർക്കോട്ട എന്ന് പറയുന്ന ഈ ശ്വാസം മുട്ടലൊക്കെ ഈ അലർജിക്കൽ വിഭാഗത്തിലൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ, അവിടെ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ വിധി എഴുതി, ഈ കുഞ്ഞിന് അവന്റെ പ്രായത്തിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും വീര്യമുള്ള മരുന്നാണ് ഞങ്ങൾ കൊടുത്തത്. ഇനി ഇതിനപ്പുറം ഈ പ്രായത്തിൽ കൊടുക്കാനില്ല. അതുകൊണ്ട് ഏതെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു ലേഡി ഡോക്ടർ എൻ്റെ അമ്മയോട് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനി ഈ മോനെ വിടുതൽ കിട്ടത്തുള്ളൂ, അല്ലെ ഇനി ഈ മകന് മരുന്ന് കൊടുത്താൽ അത് അവന്റെ ആരോഗ്യത്തെ ബാധിക്കും, അത് അവന് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് രക്ഷിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്. ഇവിടെ പ്രെയർ ഒക്കെ ചെയ്യുന്നവരുണ്ട്, അവരടുക്കൽ പോയി മകനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് പുച്ഛത്തോടെ നോക്കും. ആ തലത്തിൽ എൻ്റെ വിശ്വാസം കുറയുവാൻ തുടങ്ങി. ഇതിനിടയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ്മ അവരൊക്കെ
ചെന്നൈ വിട്ടിട്ട് അവർ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തന്ന ആ ഭവനത്തിലേക്ക് അവർ കടന്നു വന്നു. അവരും കൂടെ കടന്നു വന്നതോടുകൂടെ എൻ്റെ അമ്മയ്ക്ക് പിന്നെ പൊയ്ക്കൊണ്ടിരുന്ന മീറ്റിങ്ങിന് കൂടെ പോകാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മ കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. പല രാത്രികളിൽ എൻ്റെ ശ്വാസം മുട്ട് കൂടിയിട്ട്, എൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം കൂടിയിട്ട് എൻ്റെ അമ്മാവൻ എന്നെ പൊക്കിയെടുത്ത് തോളിലിട്ട് എന്നെ കൊണ്ടുപോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയങ്ങളിലൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും, മോനെ, ആമേ, വിടുവിക്കുന്നവൻ യേശു മാത്രമാണ്. നിന്റെ വായി തുറന്ന് നീ യേശുവിനോട് പ്രാർത്ഥിക്കുക, എന്നാൽ നിന്റെ രോഗം സൗഖ്യമാകും. ഞാൻ തികഞ്ഞ പുച്ഛത്തോടുകൂടെ ഒരു കാലത്ത് അമ്മയുടെ കയ്യും പിടിച്ച് പ്രാർത്ഥിക്കാൻ പോയ ഞാൻ തികഞ്ഞ പുച്ഛത്തോടുകൂടെ എൻ്റെ അമ്മയോട് പറയും, ഇല്ല, ഇതൊക്കെ മനസ്സിന്റെ വല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം വളരുവാൻ തുടങ്ങി. എനിക്കൊരു സയന്റിസ്റ്റ് ആകണം, എനിക്കൊരു ശാസ്ത്രജ്ഞനാകണം എന്ന് ഉള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്ത് അങ്കുരിക്കാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചത് പതുക്കെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്കൊരു ആസ്ട്രോഫിസിക്സ് പഠിച്ച് എനിക്ക് ആസ്ട്രോണമിസ്റ്റായി മാറണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്തം വിട്ട് കണ്ണു തള്ളിപ്പോയത് എനിക്കൊരു ഓർമ്മയുണ്ട്. രാത്രികാലമാകുമ്പോൾ ഞാന് ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി 12 മണി 1 മണിക്ക് എഴുന്നേറ്റ് ബൈനോക്കുലറും ടെലിസ്കോപ്പും ഒക്കെ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി അതിൻ്റെ ഇടയിലുള്ള ഗാലക്സികളെ കാണുകയും ആ നക്ഷത്ര ഗണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിൽ ഞാൻ വ്യാപൃതനായി തീർന്നു. ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലുള്ള അധ്യാപകർ എൻ്റെ ആ കഴിവ് മനസ്സിലാക്കി. എൻ്റെ അമ്മ PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു വലിയ സയന്റിസ്റ്റായി മാറാൻ സാധ്യതയുണ്ട്. കാര്യം ഈ ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പോലെ അല്ല, അവൻ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോട് അവൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ വളരെ അപൂർവമാണ്. ഇവിടുത്തെ ലൈബ്രറി അവന് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവന് കൂടുതൽ ഗ്രഹങ്ങളെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചും നാസയെ കുറിച്ചും ഗാലക്സികളെ കുറിച്ചും അതിന്റെ ഫോർമേഷൻസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് അവൻ പഠിക്കുന്നത്. അവനൊരു വലിയൊരു താരമായി മാറും എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അത് കേട്ടിട്ട് അവർ സന്തോഷിക്കാറില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ വരുമ്പോൾ രാത്രിയാകുമ്പോൾ എൻ്റെ അവസ്ഥ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോ ടീച്ചേഴ്സോ ഒന്നും ഹെഡ് മാസ്റ്റർ ഒന്നും കാണില്ല. എൻ്റെ അമ്മയായിരുന്നു ആ ദുരവസ്ഥ കണ്ടുകൊണ്ടിരുന്നത്. രാത്രിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വല്ലാത്ത ചേഷ്ടകൾ കാണിക്കുകയും വല്ലാത്ത കോപ സ്വഭാവം കാണിക്കുകയും ഒരു വല്ലാത്ത പൈശാചികതയുടെ ഒരു സ്വഭാവം ഞാൻ കാണിച്ചു തുടങ്ങി. ഇതെല്ലാം സാക്ഷി എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും മാത്രമായിരുന്നു. പലപ്പോഴും എൻ്റെ സഹോദരി എനിക്ക് സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ സഹോദരി എന്നെ ഞങ്ങളുടെ നാട്ടിൽ അണ്ണ എന്നാണ് വിളിക്കുന്നത്, സഹോദരനെ അണ്ണ എന്ന് വിളിക്കുന്നു. അണ്ണ എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വളരെ കോപത്തോടെ അവളെ മാറ്റി നിർത്തുമായിരുന്നു. ആ രീതിയിൽ എൻ്റെ സ്വഭാവം വല്ലാത്തൊരു പ്രാകൃത അവസ്ഥയിലേക്ക് എൻ്റെ സ്വഭാവം എൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് മാറുവാൻ തുടങ്ങി. എനിക്ക് തന്നെ മനസ്സിലായി എനിക്കെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ എൻ്റെ സയന്റിഫിക് മെത്തേഡ്സും സയന്റിഫിക് തിയറികളുമായിട്ടൊക്കെ ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലായപ്പോൾ തന്നെ ഞാൻ ഈ അസ്ട്രോഫിസിക്സിന്റെ പല കാര്യങ്ങളെ ഞാൻ പഠിക്കുവാനും ഒരു പ്രബന്ധം തന്നെ എഴുതണം എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി എൻ്റെ സ്കൂളിലെ അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷേ സത്യത്തിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മരണത്തിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മ വല്ലാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മകനെ നീ രക്ഷിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങല്ലേ ദൂത് പറഞ്ഞത്, ഞാൻ നിന്റെ മകനെ രക്ഷിച്ച് ഞാൻ നിനക്ക് തരുമെന്ന്, അവനെ ഞാൻ ഒരു ദൈവദാസനാക്കി തീർക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ മകനെ നീ രക്ഷിക്കുമെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണം എന്നവർ കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസനോടും ഒരു കുടുംബത്തോടും അവർ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാടക വീട്ടിൽ, അവർക്ക് വീടില്ലായിരുന്നു, ഒരു വാടക വീട്ടിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കുടുംബത്തിനോട് ആ പാസ്റ്ററിന്റെ ഒരു പ്രവാചികയായിരുന്നു, അവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു, നിങ്ങൾ വെഞ്ഞാറമൂടിൽ നിന്നും കിളിമാനൂരിൽ പോയി കർത്താവിന്റെ വേല തുടങ്ങണം, എത്രയും വേഗം നിങ്ങൾ പോകാൻ പറഞ്ഞു. അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കിളിമാനൂരിൽ ഞങ്ങൾ എവിടെ പോകണം?
പക്ഷെ കർത്താവ് ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ പോകുക, അത്രമാത്രം ഒരു ശബ്ദം അവർ കേട്ടു. അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ശബ്ദത്തെ അനുസരിച്ച് അവർ അവരുടെ എല്ലാ സാധനങ്ങളും സാമാനങ്ങളും എല്ലാം പാരിപ്പറക്കി അവർ കിളിമാനൂർ ജംഗ്ഷനിൽ വന്ന് അവിടെ ഇറങ്ങി നിന്നിട്ട് ചോദിച്ചു, ഇനി ഞങ്ങൾ എവിടെ പോകണം കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആ ദേവദാസന്റെ കൂട്ടുകാരനെ കണ്ടു. അദ്ദേഹം അതുവഴി യാദൃശ്യമായി വന്നതാണ്. അദ്ദേഹം ചോദിച്ചു, പാസ്റ്റർ നിങ്ങൾ ഇവിടെ എന്താണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയില്ല, കഴിഞ്ഞ ദിവസം കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു, എത്രയും പെട്ടെന്ന് കിളിമാനൂരിലേക്ക് പോകുക, അത്രയും ഞങ്ങൾ അറിയൂ. എവിടെ പോകണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ദൈവം ഞങ്ങളെ ഞങ്ങൾ അറിയുന്നില്ല, അടുത്ത ശബ്ദം ദൈവം സംസാരിച്ചാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് ഒരു വീടല്ലേ ആവശ്യം? ഒരു വീടാണെങ്കിൽ കിളിമാനൂരിൽ ഇന്ന ഭാഗത്ത് ഒരു ഭവനമുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ആ ദീവദാസൻ ആ വീട്ടിലേക്ക്, കിളിമാനൂരിൽ ആ സുഹൃത്ത് മുഖാന്തരം ഒരു വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയട്ടെ, ആ ഭവനം ഞങ്ങളുടെ ആ ഭവനത്തിന്റെ തൊട്ട് താഴെയുള്ള ഭവനമായിരുന്നു. സ്തോത്രം. ആമേൻ. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ഞാൻ കർത്താവിൽ നിന്നും അകന്നപ്പോഴും കർത്താവ് എന്നിൽ നിന്ന് അകന്നില്ല. കർത്താവിന് എന്നെ ആവശ്യമായിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പലപ്പോഴും നമ്മൾ കർത്താവിൽ നിന്നും അകന്നു പോകുമ്പോഴും ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ലവനായ കർത്താവിനെ ആണല്ലോ നാം സേവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നു. കർത്താവിനെ ഞങ്ങൾ സ്തുതിച്ചു പോകുകയാണ് ഈ സമയം. അങ്ങനെ ആ ദേവദാസൻ അവിടെ കടന്നു വരികയും അദ്ദേഹം അവിടെ സൺഡേ ആരാധന അദ്ദേഹം വിശ്വാസത്താൽ സ്റ്റാർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് പരിചയമുള്ള ചില കുടുംബങ്ങൾ കടന്നു വന്ന് അവിടെ ആരാധിക്കുമ്പോൾ ഞായറാഴ്ച സമയത്ത് പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മ, വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് പെന്തിക്കോസ്ത് ആരാധനയുടെ ഒരു മുഴക്കം പോലെ തന്റെ ചെവി കേട്ടു. അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു തോന്നലായിരിക്കുമെന്ന്. പക്ഷേ ശ്രദ്ധിച്ചപ്പോൾ വീട്ടിന് താഴെയുള്ള ഒരു ഭവനത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥനയും കയ്യടിയും ഹല്ലേലൂയ വിളിയൊക്കെ കേൾക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ അതുവഴി വന്ന ഒരു സഹോദരിയോട് ചോദിച്ചു, ആമേൻ സഹോദരി, അവിടെ എന്താണ് ബഹളം? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താണ് ഒരു ബഹളം കേൾക്കുന്നല്ലോ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു പെന്തിക്കോസ് പാസ്റ്ററും ഒരു ഭാര്യയും അവിടെ 2 മക്കളും അവിടെ വന്നിരിക്കുന്നു. അവരവിടെ ഇവിടെ ആർക്കും ഇനി ചെവിയും കണ്ണും കേൾക്കണ്ട, ഇവർക്കൊക്കെ വീട് കൊടുത്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ അമ്മ അടുക്കള ജോലി അവിടെ ഇട്ടിട്ട് എൻ്റെ അമ്മ വീട്ടിന്റെ പിന്നാമ്പുറത്തു കൂടെ ഓടി അന്നത്തെ ആ ആരാധനയിൽ പങ്കെടുത്തു. ആരാധന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ആ പാസ്റ്റർ എൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് സഹോദരി, കരയുന്നല്ലോ, എന്താണ് കാര്യം, പറയുക. ആ പാസ്റ്ററെ കണ്ടപ്പോഴേ എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങളെ എൻ്റെ ദൈവമാണ് കൊണ്ടുവന്നത്. ഞാൻ മാസങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവദാസനെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ നാട്ടിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോഴാണ് ആ ദൈവദാസന് മനസ്സിലായത്, ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്, ഇവരെയാണല്ലോ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അവർക്ക് അപ്പോഴാണ് അവരും അവരോടൊപ്പം ചേർന്ന് എൻ്റെ അമ്മ കർത്താവിനെ സ്തുതിച്ചു. ആമേൻ. സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് സുവിശേഷത്തിന്റെ സത്യങ്ങളെയും ദൈവവചനത്തിന്റെ ആഴങ്ങളെയും കുറച്ചും കൂടെ ഡീപ്പായിട്ട് അദ്ദേഹം പങ്കുവച്ചു. പങ്കുവച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ വിശ്വാസിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ മകൻ വലിയ സയന്റിസ്റ്റ് ആവാൻ നടക്കുകയാണ്. അവനിപ്പോൾ വിശ്വാസികൾ പാസ്റ്റർമാരെന്ന് കേൾക്കുമ്പോൾ, സഭയെന്ന് കേൾക്കുമ്പോൾ, ആരാധന എന്ന് കേൾക്കുമ്പോൾ അവൻ വെറുത്തിരിക്കുകയാണ്. എൻ്റെ മകനെ രക്ഷിച്ചു തരുമോ? എൻ്റെ മകനെ നിങ്ങൾ രക്ഷിച്ചു തരുമെങ്കിൽ നിങ്ങളെപ്പോലെ പാസ്റ്ററായി തീരുവാൻ ഞാൻ അവനെ ഏൽപ്പിച്ചു തരാം എന്ന് അവിടെ വെച്ച് എൻ്റെ അമ്മ സമർപ്പിച്ചു. ആമേൻ. സ്തോത്രം. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. ഞാൻ അറിയാതെ തന്നെ എൻ്റെ അമ്മ എന്നെ ദൈവദാസനായി തീരുവാൻ സമർപ്പിച്ചു കൊടുത്തു. ഹന്ന ശമൂവേല് ജനിക്കുന്നതിന് മുൻപ് തന്നെ ശമൂവേലിനെ കർത്താവിന് വേണ്ടി നിവേദിച്ചതുപോലെ എൻ്റെ അമ്മ ഞാൻ അറിയാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ സമർപ്പിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം ആ ദൈവദാസന്മാരൊക്കെ എൻ്റെ വീട്ടിൽ കടന്നു വന്നു.
കടന്നു വന്നു. അവർ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് അവരെ അധികം സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാത്തതുപോലെ എനിക്ക് അവരോട് ഇഷ്ടം തോന്നിയില്ല. പലപ്പോഴും അവർ ഇറങ്ങി വരുമ്പോൾ ഞാൻ മറുവശത്തൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. വീട്ടിൽ കയറി വന്ന ഒരു ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് അവർക്കൊരു വിഷമം ഉണ്ടാക്കാൻ പാടില്ലല്ലോ എന്ന് മാത്രം മാനിച്ച് ഞാൻ തല കുനിച്ചവനായി കണ്ണ് അടച്ചിറുക്കി അവരുടെ മുഖത്ത് പോലും നോക്കാതെ ഇതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലെന്ന മട്ടിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ പാസ്റ്റർ ആന്റി പലപ്പോഴും എന്നോട് പറഞ്ഞു, മോനെ, നിനക്കറിയാമോ, നീ ഒരു വലിയ ദൈവദാസനായി തീരും. ദൈവം നിന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ കണ്ടിരിക്കുന്നു. ഈ ദേശത്തിന്റെ വേലയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ ഞാൻ തികച്ച പുച്ഛത്തോടുകൂടെ ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ നാളുകൾ കടന്നുപോയി. ആ പാസ്റ്ററിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന് എന്നേക്കാൾ ഒരു 5 വയസ്സ് അല്പം പ്രായം മുൻപോട്ടുള്ള ഒരു മകനായിരുന്നു. അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ആഴ്ചയുടെ അവസാനമാകുമ്പോൾ, ശനിയാഴ്ചയൊക്കെ ആകുമ്പോൾ അദ്ദേഹം കടന്നു വരും. അദ്ദേഹം കടന്നു വന്നിട്ട് എന്നോട് പല അനുഭവങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ പതുക്കെ അദ്ദേഹവുമായിട്ട് ഞാനൊരു സുഹൃത്ത് ബന്ധം എന്നെ ഉണ്ടാക്കി. അദ്ദേഹം എന്നെ കൊണ്ട് പല സ്ഥലങ്ങളിൽ പോവുകയും പല റോഡിലൊക്കെ കൊണ്ടുപോവുകയും എനിക്ക് താല്പര്യമുള്ള ഫുഡൊക്കെ അദ്ദേഹം വാങ്ങിത്തരികയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം എന്നെ അദ്ദേഹം ഒരിക്കൽ എന്നെ ഒരു കൺവെൻഷന് കൊണ്ടുപോയി. ഒരു കൺവെൻഷന്, ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു കൺവെൻഷനിൽ എന്നെ കൊണ്ടുപോയി. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എങ്കിലും അകത്തുള്ള ആ ഒരു പ്രതിഷേധം നീരസം പുറത്ത് കാണിക്കാതെ തികഞ്ഞ പുഞ്ചിരിയോടുകൂടി സഹകരിക്കുന്ന ആ ബ്രദറിനോട്, ആ ദേവദാസനോട് ഞാൻ പുറമെ ഒന്നും കാണിക്കാതെ സഹകരിച്ചു കൊണ്ടിരുന്നു. എങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അടുക്കുകയോ സമ്മതിക്കുകയോ ഒന്നും ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഒരു പ്രവാചകൻ കടന്നു വന്നു. അദ്ദേഹം എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ അന്ന് സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ ഫയലൊക്കെ എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആരാണ് ഗിരീഷ് എന്ന് ചോദിച്ചു. അപ്പോ എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ മകനാണ്. ആമേ. അദ്ദേഹം എൻ്റെ റൂമിൽ കയറി. എന്നിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പ്രബന്ധങ്ങളൊക്കെ എടുത്തിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ചാർട്ടൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതെല്ലാം അദ്ദേഹം പുറത്തെടുപ്പിച്ചു. എടുത്തിട്ട് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം കൊള്ളാം, പക്ഷേ ഇവൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. ഒന്നുകിൽ ഇവൻ ഒരു ദൈവദാസനായി തീരും, കർത്താവിന്റെ മകനായി തീരും, ഇവൻ കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവനായി തീരും, അല്ലെങ്കിൽ ഇവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മയുടെ ഹൃദയം തകർന്നുപോയി. എൻ്റെ അമ്മ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ, എൻ്റെ മകനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ മകൻ അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മകൻ ഒന്നും സംഭവിക്കാൻ ദൈവം ഇടയാക്കാതിരിപ്പാൻ, അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. എൻ്റെ റൂമിൽ പതിവ് പോലെ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എല്ലാ സന്ധ്യാസമയത്തും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദേവദാസനും കുടുംബവും അന്നും പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട്, കാരണം ആ ചർച്ചിന്റെ ആദ്യത്തെ കുടുംബം ഞങ്ങളാണ്, പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കടന്നു പോകുമ്പോൾ, അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് പോകരുത്, ഇന്ന് ഈ വീട്ടിൽ തങ്ങണം, ഇന്ന് ഇവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, സഹോദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെ തങ്ങട്ടെ, ഞങ്ങൾ പോകുന്നില്ല, ഇന്ന് ഇവിടെ തന്നെ തങ്ങണമെന്ന് കർത്താവ് ഞങ്ങളോട് പറയും. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും കുറച്ചൊക്കെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അതിഥികളെ ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ദേവദാസനും കുടുംബവും അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പാർത്തു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത്, ഏകദേശം ഒരു 12 മണി 1 മണി സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ 2 ചെവിയിൽ ഈ നമ്മുടെ ഫാക്ടറി ഒക്കെ ക്ലോസ് ആകുമ്പോൾ ലഞ്ച് ടൈമിലൊക്കെ വിടുമ്പോൾ മുഴങ്ങുന്ന ഒരു അലാം ഉണ്ട്, ഒരു അലാം സൗണ്ട് പോലെ. അങ്ങനെ എന്തോ ഒരു സൗണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. എനിക്കത് പൂർണ്ണമായി വിവരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അറിവില്ല. അലാം പോലുള്ള ഒരു സൗണ്ട്
എൻ്റെ രണ്ട് ചെവിയിൽ നിന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവെന്ന് പറയുന്ന വ്യക്തിത്വം വേർപെടുന്നത് ഞാൻ വ്യക്തമായി അനുഭവിച്ചു. കുറച്ച് സമയത്തിന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി ഇതാ കിടക്കയിൽ കിടക്കുകയാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. സത്യത്തിൽ ഇന്നും അതൊരു സ്വപ്നമാണോ ദർശനമാണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പൗലോസ് പറയുന്ന പോലെ ശരീരം കൊണ്ടോ ശരീരം കൂടാതെയോ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഭയം എന്നെ ചുരുണ്ടുകൂടി. ഒരു വലിയ ഇരുട്ടിന്റെ ഗുഹയ്ക്കകത്ത് ഞാൻ അകപ്പെട്ടതുപോലെയായി. ഈ ലോകത്തിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ ഒറ്റപ്പെട്ട് വേറൊരു ലോകത്തിലേക്ക് ഞാൻ പോയതുപോലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. എൻ്റെ ആത്മാവിനെ ഏതോ ഒരു ആത്മാവ് എന്നെ വലിച്ച് ഇഴച്ച് എനിക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത നിലയിൽ അതിശക്തമായ എന്തോ ഒരു വലിയ ഇരുളിന്റെ, അത് മാത്രം ഒരു പ്രഹേളിക എന്നേ പറയാൻ കഴിയത്തുള്ളൂ, എന്നെ വലിച്ചിഴച്ച് എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ വേർപിടിവിച്ച് ഒരു വലിയ ഇരുട്ടിന്റെ ഗുഹയിലൂടെ കിലോമീറ്ററുകളോളം എന്നെ ട്രാവൽ ചെയ്ത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിടാൻ പറഞ്ഞിട്ടൊന്നും എനിക്ക് രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ട് പോലും എൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. കുറെ അത് എത്ര മണിക്കൂറുകൾ സംഭവിച്ചു എന്ന് ഇന്നും എനിക്ക് പറയാൻ ഇന്നും എനിക്ക് കഴിയുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. ആ സംഭവം കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു രാത്രിയായിരുന്നു അത്. ആമേൻ. രക്ഷിക്കപ്പെടാത്ത, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത, കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരു പാപി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മരണത്തിൽ ആ വ്യക്തിയുടെ ആത്മാവ് എത്ര വലിയ ദാരുണമായ ഭയവും എത്ര വലിയ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, എത്ര ദാരുണമായാണ് മരിക്കുന്നതെന്ന് ദൈവം ഒരുപക്ഷെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കർത്താവ് തന്നെ എന്നെ അല്പസമയത്തേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു എന്നും പറയാം. സത്യമായിട്ടും പാപിയുടെ മരണം ഇത്രയും ഭയങ്കരമായി ചില മിനിറ്റുകൾ, ചില നിമിഷങ്ങൾ, എന്തോ എനിക്കറിയില്ല, ചില മണിക്കൂറുകൾ എന്ന് വേണം പറയാൻ. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെട്ടു, വേറൊരു ലോകത്തേക്ക് പോയി. ഞാൻ ഒറ്റപ്പെട്ടവനെ പോലെ എത്തുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ യേശുവേ യേശുവേ എന്ന് വിളിച്ചു. പക്ഷെ എൻ്റെ ശരീരം കൊണ്ടല്ല ഞാൻ വിളിച്ചത്, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ അറിയാതെ വിളിച്ചു. ഒരുപക്ഷെ വിളിച്ചു എന്നല്ല, ദൈവം എന്നെ വിളിപ്പിച്ചു എന്ന് വേണം പറയാൻ. ആമേൻ. അഹങ്കാരികളെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ദൈവം എൻ്റെ അഹങ്കാരത്തെ ഉടയ്ക്കാൻ, എൻ്റെ നിഗളത്തെ ഉടയ്ക്കാൻ, എന്നെ താഴ്മ ധരിപ്പിക്കാൻ ജീവനുള്ള ദൈവമായ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നിനക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ കൃപയിലാണ് നീ ജീവിക്കുന്നതെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച് എൻ്റെ പരിജ്ഞാനത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് എന്ന രാത്രി അല്പസമയം എന്നെ മരണദൂതന് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് കരുതാൻ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ള കർത്താവ് അന്ന് രാത്രി എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇന്ന് ഈ അരോമ ടിവിയുടെ സാക്ഷ്യം പറയുവാൻ ഇന്നും എനിക്ക് ഇങ്ങനെ ഇരിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തോ എനിക്കറിയില്ല, വലിയൊരു പ്രകാശം വന്നിട്ട് എന്നെ മടക്കി കൊണ്ടുവന്നു. ഞാൻ കർത്താവിന്റെ രൂപം കണ്ടില്ല, ദൂതന്മാരെ കണ്ടില്ല, പക്ഷേ വലിയൊരു പ്രകാശം എന്നെ ആ ഇരുട്ടറയിൽ നിന്നും എന്നെ മടക്കി കൊണ്ടുവന്നു. ഞാൻ യാതനാ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു എന്ന് പിന്നീട് ഞാൻ തിരുവചനത്തിന്റെ പരിജ്ഞാനം എനിക്ക് ലഭിച്ചപ്പോൾ മനസ്സിലായി. അവിടെ നിന്ന് ഞാൻ മടങ്ങി വന്ന് എൻ്റെ ശരീരത്തിൽ മടങ്ങി വന്നപ്പോൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരമൊക്കെ തണുത്തിരുന്നു. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായോ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവ് അല്പമാണ്. എൻ്റെ അല്പമായ അറിവിൽ നിന്നാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ ശരീരമെല്ലാം തണുത്തു, എൻ്റെ വിരലുകളെല്ലാം സ്തംഭിച്ചു, എൻ്റെ ശരീരമൊക്കെ തണുത്തുപോയി. എത്ര സമയം ഞാൻ മരിച്ചു എന്ന് എനിക്കറിയില്ല, എൻ്റെ ആത്മാവ് വേർപെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ നാക്കെനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ തൊണ്ടയെല്ലാം വറ്റിപ്പോയി, എൻ്റെ നാക്കെല്ലാം അകത്തോട്ടായിപ്പോയി, എൻ്റെ തൊണ്ടയെല്ലാം വറ്റി വരണ്ടു. ഞാൻ നിലവിളിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് നിലവിളിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അടുത്ത് ആ ദേവദാസന്റെ മകൻ കിടക്കുകയായിരുന്നു, പക്ഷെ എൻ്റെ വിരളനക്കാൻ നോക്കിയിട്ട് എനിക്ക് വിരളനക്കാൻ പറ്റില്ല. ഏകദേശം ഒരു ഫുള്ളി പാരലൈസ് ബാധിച്ച ഒരു വ്യക്തിയെ പോലെ ഞാനിങ്ങനെ തളർന്നു കിടക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ പതുക്കെ ആ ബ്ലഡ് ഓടുമ്പോഴുള്ള ചൂട് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. പതുക്കെ ചില മണിക്കൂറുകൾ കൊണ്ട് ഞാൻ എൻ്റെ വിരലുകൾ അനക്കി, എൻ്റെ കാലുകൾ അനക്കി, പതുക്കെ എൻ്റെ കാലെടുത്ത് ഞാൻ കൈകൊണ്ട് താങ്ങി ഞാൻ താഴേക്ക് വെച്ചപ്പോൾ എൻ്റെ കാലുകൾക്ക് ബലമില്ല.
ഞാൻ അവിടെ നിന്ന് എനിക്കറിയില്ല, ഇഴഞ്ഞോ നടന്നോ ഒക്കെ ഞാൻ നടന്ന് ദൈവദാസിയും കിടന്ന റൂമിൽ വന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ കൈ കൊണ്ട് അടിച്ചു ഞാൻ പറഞ്ഞു, ആമേൻ, തുറക്കുക, 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 നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു ഞാൻ നിലവിളിച്ചു. അവർ ആ സമയത്ത് ആ ദൈവദാസിയും ഞാൻ നോക്കുമ്പോൾ അവർ മുട്ടിന്മേൽ നിന്ന് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, മോനെ, നിന്നെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വരിക, ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവിക അരുളപ്പാട് ഞങ്ങൾ അറിയിക്കും. നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെക്കുറിച്ച് നീ അറിയാതെ പോകരുത്. ഇന്ന് രാത്രി പിശാചിന്റെ ദിവസമല്ല, മരണത്തിന്റെ ദിവസം, മരണദൂതന്റെ ദിവസമല്ല, ഇന്ന് രാത്രി നിന്റെ ദിവസമാണ്. അന്ന് രാത്രി ഞാൻ അവിടെ മുട്ടുമടക്കി ഞാൻ കർത്താവായ യേശുവിനെ എന്നെ വായി കൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞു. കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ രാത്രിയായിരുന്നു അന്ന്. ആമേൻ. അർദ്ധരാത്രിയുടെ യാമത്തിൽ പൗലോസും ശീലാസും ചേർന്ന് കാരാഗൃഹ പ്രമാണിയെ വിശ്വാസത്തിലേക്ക് നയിച്ചതുപോലെ അന്ന് രാത്രി ആ ദൈവദാസിയും ചേർന്ന് ആ അർദ്ധരാത്രിയിൽ എന്നെ വിശ്വാസത്തിലേക്ക് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടുവന്ന രാത്രിയായിരുന്നു ആ രാത്രി. അന്നായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രാത്രി. ഞാനന്ന് എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനുശേഷം പിറ്റേ ഞായറാഴ്ച മുതൽ എൻ്റെ അമ്മയോടൊപ്പം ഞാൻ ആരാധിക്കാൻ കടന്നുപോയി. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എനിക്കുണ്ടായ അനുഭവം വളരെ ഭീകരമായൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 6 മാസത്തോളം ഞാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഞാൻ ലൈറ്റ് എൻ്റെ റൂമിൽ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യുമായിരുന്നില്ല. എപ്പോഴാണോ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അപ്പോഴെനിക്ക് ആ പഴയ ഓർമ്മ പെട്ടെന്ന് എന്നെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് 6 മാസത്തോളം ഞാൻ എൻ്റെ റൂമിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുമായിരുന്നില്ല. ആമേൻ. പതുക്കെ എൻ്റെ ഉള്ള ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു. ആരാധനയ്ക്ക് പോയാൽ ചുണ്ടനക്കാത്ത ഒരു സ്തോത്രം പോലും പറയാത്ത പരിഹാസത്തോടെ, പുച്ഛത്തോടുകൂടെ ദൈവദാസന്മാരുടെ മെസ്സേജും ദൈവദാസന്മാർ പറയുന്ന അന്യഭാഷയെ പോലും കളിയാക്കിക്കൊണ്ടിരുന്ന എന്നെ അതിനുശേഷം ഞാൻ അല്പം കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. എങ്കിലും വലുതായിട്ടൊന്നുമല്ല, ഒരല്പം ഞാൻ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ചിന്തിക്കണം, എത്രത്തോളം കഠിനമായ ഒരു ഹൃദയമായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നതെന്ന്. കുഞ്ഞുനാളിലെ വിശ്വാസം ത്യജിച്ച് ഞാൻ കഠിനമായി തീർന്നു. ഫറവോനെ പോലെ ഞാൻ കഠിനനായി തീർന്നു. എൻ്റെ അമ്മ പല പറയുമായിരുന്നു, മോനെ, നീ സ്തുതിക്ക്, എന്നാലേ നിനക്ക് വിടുതൽ കിട്ടത്തുള്ളൂ, നീ രക്ഷപ്പെടത്തുള്ളൂ. ഞാനതൊന്നും അംഗീകരിച്ചില്ല. പലപ്പോഴും ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ഞാൻ പോകുന്നത് എൻ്റെ അമ്മയോട് ഞാൻ ബെറ്റ് കെട്ടുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, ഞാൻ ആരാധനയ്ക്ക് വരണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്നെ തിയേറ്ററിൽ പുതുതായിട്ട് റിലീസ് ചെയ്ത സിനിമ എന്നെ കാണിക്കാൻ കൊണ്ടുപോയാൽ എന്നെ അയക്കുമെങ്കിൽ ഞാൻ വരാം. ഗത്യന്തരമില്ലാതെ എൻ്റെ അമ്മ പറയുമായിരുന്നു, അങ്ങനെയെങ്കിലും ഒന്ന് ആരാധനയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ തിയേറ്ററിൽ സിനിമ കാണാൻ വിടാൻ എന്നുള്ള ആ ഒരു ഉപാധി പറഞ്ഞ് എന്നെ ആരാധനയ്ക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നാൽ ഞാന് ഇരിക്കുന്ന പായയുടെ ആ നൂലൊക്കെ പിച്ചിപ്പറച്ച് വചനം ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നൊരു ദിവസം, ഇങ്ങനെ എനിക്കുണ്ടായ ആ ഒരു ഭയം, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർത്താവിനെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോവുകയും വിശുദ്ധാരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ചർച്ചിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമയമായിരുന്നു. ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ പാസ്റ്റർ പ്രവാചകനാണ്, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷത്തെ സെക്ഷനിൽ ആരും പോകരുത്, നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. കാര്യം, ഇതിന് ഉച്ചയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് ആദിയിങ്കൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ഇടയിൽ വരാൻ പോകുന്ന ഒരു വാക്തത്വം കർത്താവിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാരും ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ ആരും വീട്ടിൽ പോകരുത്, ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നീ പോണ്ട, നീ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ക്രിക്കറ്റ് കളിക്കണം, എൻ്റെ കൂട്ടുകാരോട് കൂടെ എനിക്ക് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകേണ്ടതുണ്ട്. ഞാൻ അവരോട് വാക്ക് പറഞ്ഞിരിക്കുക. അമ്മ പറഞ്ഞു, സാരമില്ല, ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേറെ സിനിമ കാണിക്കാൻ ഇനിയും ഞാൻ നിന്നെ അയക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ എന്നോട് ഉപാധിയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ പറയുകയാണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് എന്നെ ഉച്ചക്കത്തെ സെഷനിൽ എന്നെ ഇരുത്തി മനസ്സോടുകൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ
പോകാമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പതുക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവദാസൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളികാമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ശിഷ്യന്മാരുടെ മേൽ ആ ആദി നൂറ്റാണ്ടിൽ കർത്താവ് പിതാവിൽ നിന്ന് വാങ്ങിയ വാഗ്ദത്തത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തികഞ്ഞ വിരക്തിയോടുകൂടി എപ്പോൾ ഇത് അവസാനിച്ചാൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആമേ എനിക്കത് മറക്കാൻ കഴിയുകയില്ല. പെട്ടെന്ന് ആകാശത്തൊരു മുഴക്കമുണ്ടായി. സൂപ്പർ നാച്ചുറൽ ആമേൻ. മുഴക്കമുണ്ടായിട്ട് ഞങ്ങൾ ഇരുന്ന വീട് മുഴുവനും എന്തോ ഒന്ന് വന്ന് നിറച്ചു. എനിക്കത് വിവരിപ്പാൻ കഴിയില്ല, അത് വാക്കുകൾക്ക് അതീതമാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് കൊണ്ട് എല്ലാവരും നിറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഞാൻ ഇരിക്കുന്ന ഭവനത്തിന്റെ ആ ഹോളിന്റെ ആ വീടിന്റെ അടിസ്ഥാനങ്ങൾ കുടുങ്ങുന്നതാ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എന്റെ മനസ്സ് പറഞ്ഞു, ഭൂകമ്പം സംഭവിക്കുകയാണോ ഇത്? അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാവുകയും എനിക്ക് തോന്നി ആ വീടെല്ലാം ഇടിഞ്ഞ് ഇപ്പോൾ വീണു പോകുമോ എന്നുള്ളൊരു ഭയം എൻ്റെ അകത്തുണ്ടാവുകയും ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ ആകാശത്തിലെ മേഘങ്ങൾ വന്ന് നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ഫ്ലൈറ്റിനെ പൊതിഞ്ഞിരിക്കുന്നത്, അതുപോലെ മേഘങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയുന്ന വിൻഡോയിലൂടെ, അതേപോലെ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ കാവൂത്ത്, ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആ ഹോള് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഞാൻ കണ്ടു. കർത്താവിന്റെ വചനത്തിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ യെശയ്യാവ് പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ആലയം പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ശലോമോന്റെ ദേവാലയത്തിൽ ദൈവത്തിന്റെ മേഘം ഇറങ്ങി എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഞാൻ അന്ന് ആ മേഘത്തെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ കണ്ണൊന്ന് തിരികി ഒന്നുകൂടെ നോക്കി, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ഞാൻ നോക്കിയപ്പോൾ സത്യമായിട്ടും ദൈവത്തിന്റെ മേഘം, അന്ന് എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. ശക്തമായ വലിയ മേഘങ്ങൾ ഇറങ്ങി ആ ഹോളിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മേഘത്തിൽ നിന്നും ഒരു മിന്നൽ പിണർ എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ട് ഞാൻ അറിയാതെ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. യേശുവേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സത്യത്തിൽ എൻ്റെ ആ നിലവിളി അന്ന് ഈ ഗ്രാമത്തിന്റെ ഏകദേശം പകുതിയോളം കേട്ടു എന്ന് പറയാം. അത്രത്തോളം ഈ കൊച്ചു ഗ്രാമത്തിൽ എല്ലാവരും കേട്ടു എന്നാണ് പറയാൻ. അത്രത്തോളം അത് ഭയങ്കര ഒരു ആത്മശക്തിയുടെ സ്ഥലമായിരുന്നു. എല്ലാവരും അഭിഷേകം പ്രാപിച്ചു, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പക്ഷേ ഞാൻ കർത്താവിനെ നിലവിളിച്ചത്, ആ അനുഭവം അനേകർ നിലവിളിച്ച അനുഭവമായിരുന്നു അനേകർക്ക് ആശ്ചര്യം ഉളവാക്കിയത്. മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവരും കടന്നുപോയി, എൻ്റെ അമ്മ ഉൾപ്പെടെ ഭവനത്തിൽ പോയി. പക്ഷേ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ആരാധന എപ്പോൾ കഴിയും എന്ന് ഒരു 100 പ്രാവശ്യം എൻ്റെ വാച്ചിലേക്ക് നോക്കുന്ന, ആലയത്തിൽ ഇട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കുന്ന ഞാൻ അന്നത്തെ ആ അനുഭവം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. പെട്ടെന്ന് ദേവദാസൻ വന്നിന്റെ തോളിൽ തട്ടിച്ച് പറഞ്ഞു, എന്താ ഗിരീഷേ, നീ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇതെന്താണ് സംഭവിച്ചത്? അദ്ദേഹം എന്നെ തിരുവചനത്തിലെ ബൈബിൾ തുറന്നു. ഇത് ദൈവത്തിന്റെ തേജസ്സാണ്. നീ എന്ത് കണ്ടു? ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ തേജസ് കണ്ടു, ദൈവത്തിന്റെ മേഘത്തെ ഞാൻ കണ്ടു. എനിക്കുണ്ടായ അനുഭവങ്ങളെ ഞാൻ ആ ദേവദാസനോട് പറയുമ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ഈ അനുഭവം മോനെ നിനക്കു വേണ്ടി ദൈവം അയച്ചതാണ്. ദൈവം അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു. ഇനിയെങ്കിലും നിന്റെ കഠിന ഹൃദയത്തെ നീ ഉപേക്ഷിച്ച് നീ കർത്താവിനെ ആരാധിക്കുക. സ്തോത്രം. അന്നത്തെ ആ അനുഭവം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഏകദേശം എൻ്റെ ജീവിതത്തെ തിരിച്ചു എന്ന് വേണം പറയാൻ. അന്ന് ഞാൻ നേരെ ഭവനത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ TV ഓൺ ചെയ്യാനോ സിനിമ കാണാനോ വേണ്ടിയല്ല പോയത്. എൻ്റെ സിനിമ കാണുന്ന അനുഭവം വളരെ രസകരമായിരുന്നു. ഒറ്റ ഇരിപ്പിൽ 4 സിനിമയൊക്കെ ഒരുമിച്ച് കണ്ടുകൊണ്ടിരുന്ന ഞാൻ അന്നത്തെ ദൈവത്തിന്റെ ആ കർത്താവിന്റെ ആ ഒരു സന്ദർശനത്തിന് ശേഷം, ദൈവം എന്നോട് ഇടപെട്ടതിന് ശേഷം ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു പ്രാർത്ഥന മനുഷ്യനായി എൻ്റെ കർത്താവിനെ തീർത്തു. ഞാൻ ഭവനത്തിലേക്ക് വന്നിട്ട് ഞാൻ കളിസ്ഥലത്തിലേക്ക് പോവുകയോ TV ഓൺ ചെയ്യുകയോ സിനിമ കാണാൻ വേണ്ടി പോവുകയോ അല്ല ചെയ്തത്. ഞാൻ നേരെ പ്രാർത്ഥനാ മുറിയിൽ കയറി, ഞാൻ വാതിലടച്ചു, ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ ആലയത്തിൽ അവിടെ ഇറങ്ങിയ ആ ദൈവശക്തി എൻ്റെ വീട്ടിലേക്ക് നീ അയക്കണമേ, എനിക്കൊന്ന് കാണണം.
കാരണം എൻ്റെ സയന്റിഫിക് മെന്റാലിറ്റി, എന്നിലെ ബുദ്ധിമാനെ എൻ്റെ ദൈവം ഉടച്ചു വാർത്ത ദിവസമായിരുന്നു അത്. കാരണം കാരണം അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ബുദ്ധിമാനെ അവന്റെ ബുദ്ധിയിൽ പിടിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവാനുഭവം എന്നിലേക്ക് അയച്ചു. അതിനുശേഷം ഞാൻ വലിയ ആത്മദാഹിയായി തീർന്നു. പിന്നീട് ഒരിക്കലും എൻ്റെ അമ്മ നിർബന്ധിപ്പിച്ച് എന്നെ ചർച്ചിൽ കൊണ്ടുപോകുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ സ്വതവേ ഞായറാഴ്ചയാകുമ്പോൾ, സൺഡേ ആകുമ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങി ഞാൻ ആരാധനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ഞാൻ തന്നെ കർത്താവിനെ, ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന, ദൈവസാന്നിധ്യത്തെ അന്വേഷിക്കുന്ന, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ദാഹം അയച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ അനുഭവിക്കണം, യേശു ജീവനുള്ളവനാണെങ്കിൽ എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനകൾ മണിക്കൂറുകൾ നീണ്ടു. 2, 3, 4 മണിക്കൂറൊക്കെ നീളാൻ തുടങ്ങി. അങ്ങനെ നീണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ ദൈവം എൻ്റെ മകനെ സന്ദർശിച്ചു എന്ന് എൻ്റെ അമ്മയ്ക്ക് ബോധ്യമായി. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ ഭവനം ഒരു ആത്മീക ഉത്സവത്തിന്റെ ഭവനമായി മാറി. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ, ഉല്ലാസത്തിന്റെ കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന അതേ ആ സാക്ഷ്യം, ആ വചനം അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു. രക്ഷിക്കപ്പെടാതിരുന്ന, വിശ്വാസമില്ലാതിരുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് ഒരു ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കർത്താവ് അത്ഭുതകരമായി അദ്ദേഹത്തെ സൗഖ്യമാക്കി. അദ്ദേഹം ഒരു രാത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അദ്ദേഹം കർത്താവിനെ വിശ്വസിച്ചു. അങ്ങനെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒരു ദിവസം, സ്തോത്രം, വളരെ എതിർപ്പ് നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഫുൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട ഒരു കാറിന്റെ അകത്ത് ഞങ്ങൾ കിളിമാനൂരിൽ നിന്നും ആയൂര് വേങ്ങൂർ സെന്ററിന്റെ കീഴിലുള്ള ജോൺസൺ ഡാനിയൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്റെ കീഴിൽ ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെട്ടു. ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെടാൻ പോകുന്നതൊക്കെ വളരെ രസകരമായിരുന്നു. കാര്യം ആരും കാണാതെ വളരെ രഹസ്യമായി അടച്ചിട്ട വാഹനത്തിലൊക്കെയാണ് ഞങ്ങൾ പോയത്. കല്യാണത്തിന് പോകുന്നത് പോലെയൊക്കെ ഒരുങ്ങിയൊക്കെയാണ് ഞങ്ങൾ. അങ്ങനെ പോകാനേ കഴിയത്തുള്ളൂ. അങ്ങനത്തെ ഒരു പശ്ചാത്തലമായിരുന്നു. ആമേൻ. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു, കർത്താവിനെ രക്ഷകനെ സ്വീകരിച്ചു. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വലിയ ആത്മീക സന്തോഷത്തിന്റെ ഉത്സവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വലിയ ആത്മീക സമാധാനവും ആത്മീക വിടുതലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഇതൊക്കെ വളരെ വിദൂരതയിൽ ആയിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഡാഡി ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ആമേൻ. അദ്ദേഹം പെട്ടെന്ന് ഇത് പ്രതികരിച്ചില്ല. നാട്ടിലേക്ക് വരട്ടെ, ഞങ്ങളുടെ മാനസാന്തരവും ഞങ്ങളുടെ വിശ്വാസവും ഒക്കെ അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആമേൻ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നാട്ടിലേക്ക് കടന്നു വന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ വരുന്നുവെന്ന് അറിഞ്ഞപ്പോ തന്നെ എൻ്റെ അമ്മ ഭയപ്പെട്ടു, ഞാനും ഭയപ്പെട്ടു, എൻ്റെ സഹോദരിയും ഭയപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? അദ്ദേഹം വന്നാൽ ഞങ്ങളെ വിളിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകും, ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. അവിടെ ചെന്നാൽ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഞങ്ങൾ പങ്കുകൊള്ളേണ്ടി വരും. രഹസ്യമായി സ്നാനപ്പെട്ട ഞങ്ങളുടെ സ്നാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുടുംബകലഹങ്ങൾ ഉണ്ടാകും. ഒരു ഗ്രാമത്തിന്റെ അകത്ത് വലിയ കുടുംബകലഹങ്ങൾ ഉണ്ടായാൽ അത് നാട്ടിൽ തന്നെ ഒരു പേരുദോഷത്തിന് കാരണമാകും എന്നൊക്കെ ചിന്തിച്ചൊരു സമയമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അത്രത്തോളം കർത്താവ് ഞങ്ങളെ വളർത്തി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു, ഒരു തീരുമാനമെടുത്തു. എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഡാഡി ഞങ്ങളെ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും, അങ്ങനെ ഡാഡി നാട്ടിൽ വന്നു. ഡാഡി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഭയമായിരുന്നു, വളരെ ഭയമായിരുന്നു. അങ്ങനെ കട്ട് ആൻഡ് റൈറ്റിലാണ് ഞങ്ങളെ വളർത്തിയത്. സ്നേഹം കൊണ്ടാണ്. ഞങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണം എന്ന ചിന്തയിലാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രക്ഷയുടെ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത് അതൊരു വലിയൊരു ദോഷമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യത്തെ തകർക്കുന്നതാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ അപമാനമാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ തെറ്റായ ഒരു ചിന്ത തന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് സത്യങ്ങളൊക്കെ മനസ്സിലായി.
അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വന്നു. വളരെ ഗൗരവത്തോടെ. സാധാരണ അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടെ വരുന്ന അദ്ദേഹം അപ്രാവശ്യം ആ പ്രാവശ്യം വന്നപ്പോൾ മുഖം വളരെ ഗൗരവമായിരുന്നു. കാര്യം എല്ലാ കാര്യവും തന്നെ വിളിച്ചറിയിക്കാൻ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, നമുക്ക് അമ്പലത്തിൽ പോണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ മുൻപോട്ട് ഇറങ്ങിയിട്ട് എന്റെ ഡാഡി പറഞ്ഞു, ഡാഡി, എനിക്ക് ഡാഡിയെ വളരെ സ്നേഹമാണ്, പക്ഷെ ഈ കാര്യത്തിൽ ഡാഡി പറഞ്ഞ് എനിക്ക് അനുസരിക്കാൻ കഴിയില്ല. ഞങ്ങളെ ഇന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങളെ കർത്താവ് രക്ഷകനായി, ഞങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞങ്ങൾ കർത്താവിൽ സ്നാനപ്പെട്ടു, ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞതും എന്റെ ഡാഡിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഡാഡി എന്നെ തല്ലി. ആമേൻ. അദ്ദേഹം എന്നെ ഉപദ്രവിച്ചു, അടിച്ചു. ആമേൻ. എന്റെ അമ്മയും അടിച്ചു. പക്ഷെ അടിച്ച ശേഷം അദ്ദേഹം കരയാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം അതിന് ചെയ്യുന്ന തെറ്റാണെന്ന്. അദ്ദേഹം സംബന്ധിച്ച് അത് വലിയൊരു അദ്ദേഹത്തിന് മനഃഭാരം ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രക്ഷയുടെ വെളിച്ചം അറിയാത്തത് കൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭവനം വിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ നീ ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കും. അല്ലെങ്കിൽ നീ ഇവിടെ ജീവിക്കുക, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കും. ഞാൻ പറഞ്ഞു, ഡാഡി ഇവിടുന്ന് ഇറങ്ങിപ്പോകണ്ട. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയ ഒരാളാണ്. ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ബൈബിളും എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു, എൻ്റെ സഹോദരിയും കരഞ്ഞു. എല്ലാവരും പറഞ്ഞു, പോകരുതേ പോകരുതേ എന്ന്. പക്ഷെ ഞാൻ എവിടെ പോകാനാണ്? അന്ന് എനിക്ക് പ്രായം 16 വയസ്സേ ഉള്ളൂ. 16ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്നത്, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ പോയത് ഒരു കൺവെൻഷൻ ആയിരുന്നു. ബാംഗ്ലൂർ സെന്ററിന്റെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ പോയി അവിടുത്തെ മീറ്റിംഗിൽ ഞാൻ പോയിരുന്നു. എന്നാൽ എൻ്റെ അപ്പൻ എന്നെ തിരക്കി അവിടെ കടന്നു വന്നു. എന്നെ അവിടെ നിന്ന് സ്നേഹത്തോടെ വിളിച്ചു. പക്ഷെ അദ്ദേഹം വന്നത് സ്നേഹത്തോടെ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവരെ എങ്ങനെ പിന്മാറ്റിക്കൊണ്ട് വരണം, വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ട് വരണം എന്നുള്ള വ്യക്തമായ പ്ലാനുകൾ പറഞ്ഞു കൊടുത്തായിരുന്നു അദ്ദേഹത്തെ വിട്ടത്. സ്നേഹത്തിലൂടെ അവരെ മാറ്റിയെടുക്കണം. ഏതൊക്കെയോ പാസ്റ്റർമാർ ചേർന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബ്രെയിൻ വാഷ് ചെയ്തവരെ ഇനി ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? തിരിച്ച് മടക്കി കൊണ്ടുവരണം. അതിന് ഒരിക്കലും അവരെ ഉപദ്രവിക്കാൻ പാടില്ല. മറിച്ച് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും സ്നേഹം കൊടുക്കണം. ഏറ്റവും എന്ത് ചെയ്യണം? ലോകപരമായിട്ടുള്ള എല്ലാവിധമായ സുഖങ്ങളും നന്മകളും സൗഭാഗ്യങ്ങളും അവർക്ക് കൊടുക്കണം. കൊടുത്താൽ അവർ മടങ്ങി വരുമെന്ന് ഞങ്ങളുടെ ബന്ധുവിൽ ആരോ അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ വന്ന് തെരഞ്ഞു വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ, നിന്നെ ആരൊക്കെ ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പറ്റിയതല്ല ഇതൊന്നും. ഇങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ട്. നമ്മൾ അവരെ കൂട്ടത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അതിനുശേഷം എൻ്റെ അപ്പൻ ഞങ്ങളെയും കൊണ്ട് ഒരു ടൂറിനൊക്കെ കടന്നുപോയി. അന്നത്തെ കാലത്ത് ഇത് നടക്കുന്ന 2000-ലാണ്. 2001 ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ഭക്ഷണം മേടിച്ചു തന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളെ ഉപദേശിക്കുകയാണ്, ഇത് ഉപേക്ഷിക്കണം, നമുക്ക് ഈ മാർഗം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ റൂം ഒരുക്കി തന്നു. ഞങ്ങളെ അവിടെ ഞങ്ങൾക്കവിടെ എല്ലാ സുഖങ്ങളും ഒരുക്കി തന്നു. ഏറ്റവും എങ്ങനെയൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിക്കാമോ അത്രത്തോളം അദ്ദേഹം ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം ഞങ്ങളെ ബോധിപ്പിച്ച്, ഞങ്ങളെ സ്നേഹിച്ച് ഈ മാർഗത്തിൽ ഞങ്ങളെ പിന്മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എല്ലാ അടവുകളും അദ്ദേഹം ഉപയോഗിച്ചു. ആരും തെറ്റിദ്ധരിക്കരുതേ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് ഞാൻ പ്രത്യേകമായി എടുത്ത് ഞാൻ ഈ അരോമ ടിവിയോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു 28 അടവ് എന്നൊരു അടവുണ്ടെങ്കിൽ 28 അടവും അദ്ദേഹം എടുത്തുണ്ടെന്ന് പറയാൻ. ഒടുവിൽ അദ്ദേഹം അതിലൊന്നും ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുക്കൽ എന്നെ കൊണ്ടുപോയി. ഈ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഈ സൈക്കാട്രിക് ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് മടക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് ചെയ്യുവാൻ എന്നെ ഒരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി. ആ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് എന്നെ ആ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടിരുത്തിയിട്ട് അദ്ദേഹം മാറി കടന്നുപോയി. ആ ഡോക്ടർ എന്നെ ചില മണിക്കൂറുകൾ അദ്ദേഹം എന്നോട് ഉപദേശിച്ചു.
സംസാരിച്ചു. ലോകത്തിലെ എല്ലാ ജ്ഞാനമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, നിങ്ങൾ പറയുന്നത് എല്ലാം സത്യമായിരിക്കും, പറയുന്നതൊക്കെ കാര്യമായിരിക്കും, പക്ഷെ അതൊന്നും സത്യമല്ല. സത്യം എന്ന് പറയുന്നത് യേശുവാണ്. ആമേൻ. ബേക്കറിക്കകത്തിരിക്കുന്ന ജിലേബിയോ ലഡുവോ നമ്മൾ പുറത്തു നിന്ന് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അത് ഭക്ഷിക്കുന്നവന് മാത്രമേ, അത് കയ്യിലെടുത്ത് കഴിക്കുന്നവന് മാത്രമേ അതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് അഭിപ്രായം മാത്രമേ കഴിയത്തുള്ളൂ, പറയുവാൻ കഴിയത്തുള്ളൂ. ഡോക്ടർ പറയുന്ന കാര്യം ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷേ അതിലും മീതെയാണ് സുവിശേഷത്തിന്റെ സത്യം. അത് അനുഭവമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് സുവിശേഷം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞത് എൻ്റെ അപ്പനോടും ആ ഡോക്ടറോടും ആയിരുന്നു. ആ ഡോക്ടർ ദേഷ്യത്തോട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിന്നെ ഒന്നും നന്നാവത്തില്ലടാ, ഇതൊക്കെ ഒരു വൈറസാ, ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തലച്ചോറിനെ വിഴുങ്ങുന്ന ഒരു വൈറസാണ് നിന്റെ യേശു എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് എന്നെ പുറത്താക്കിയിട്ട് എൻ്റെ അപ്പനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ പുറത്തു വരും, അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനെ ഉപദേശിച്ചു. അങ്ങനെ എൻ്റെ അപ്പന് മനസ്സിലായി എന്നെ മാറ്റിയെടുക്കാൻ അല്പം പ്രയാസമാണെന്ന് അദ്ദേഹം മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും വിദേശത്തെ കടന്നുപോയി. എടുത്തു പറയട്ടെ, അദ്ദേഹം വിദേശത്ത് കടന്നുപോയി, മസ്കറ്റ് കടന്നുപോയായിരുന്നു. അദ്ദേഹം മസ്കറ്റിലേക്ക് അദ്ദേഹം കടന്നുപോയി. അതിനുശേഷം അദ്ദേഹം എടുത്ത അടുത്ത അടവായിരുന്നു, ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി മടങ്ങി വന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കളയും എന്നുള്ള ഒരു ഡിവോഴ്സ് ചെയ്യും, എനിക്ക് നിങ്ങളെ ഞാൻ ഡിവോഴ്സ് ചെയ്യും എന്നുള്ള ഒരു ഭീഷണി അദ്ദേഹം മുഴക്കി. ഒരു ദിവസം രാത്രി അദ്ദേഹം ശക്തമായി മദ്യപിച്ചു. ഇതിനിടെ ഞാൻ പറയട്ടെ, അദ്ദേഹം ഞങ്ങൾക്കൊരു വീട് വരെ പണിത് തന്നു. അമ്പലത്തിന്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള വസ്തുവിൽ തന്നെ അദ്ദേഹം ഞങ്ങൾക്കൊരു വീട് പണിത് തന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു ആ വീട്ടിൽ താമസിക്കാൻ. കാരണം അമ്പലം, ക്ഷേത്രം, അതിൻ്റെതായ പശ്ചാത്തലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അതും ആരുടെയൊക്കെ ഉപദേശം കൊണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണെങ്കിൽ പതുക്കെ ഈ വിശ്വാസമൊക്കെ കളഞ്ഞിട്ട് പതുക്കെ ക്ഷേത്രത്തിലോട്ട് പോകും എന്ന് ആരോ ഉപദേശിച്ചത് കൊണ്ട് അദ്ദേഹം തന്റെ ലക്ഷങ്ങൾ മുടക്കി ഒരു വീടൊക്കെ പണിഞ്ഞോ. ഗൾഫിലൊക്കെ പോയി ഉണ്ടാക്കിയ പൈസ വെച്ച് അദ്ദേഹം ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി തന്നെ അദ്ദേഹം ക്ഷേത്രത്തിന്റെ അടുത്തൊരു വീടൊക്കെ പണിഞ്ഞു. അദ്ദേഹം ഞങ്ങളെ അവിടെ ആക്കിയിട്ട് അദ്ദേഹം ഗൾഫിൽ കടന്നുപോയി. പക്ഷെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി. ഒരു ദിവസം രാത്രി അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അദ്ദേഹം മദ്യപിച്ചിട്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് എന്നെ വേണമോ അല്ലെ യേശുവിനെ വേണമോ? അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, അത് യേശുവാണ് വലിയവൻ, നിങ്ങളെയും വേണം യേശുവിനെയും വേണം. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. യെസ് ഓർ നോ, നിനക്ക് യേശുവിനെ വേണമോ എന്നെ വേണമോ? ഞാനാണോ വലുത്, യേശുവാണോ വലുത്? അത് പറ. എൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് യേശുവാണ് വലുത്. യേശു ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയും മക്കളുമായി ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്നേ മണ്ണായി ഭൂമിക്ക് വളമായി ഞങ്ങൾ തീരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് വരികയാണ്, ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള ഒരു നോട്ടീസ് അദ്ദേഹം ഗൾഫിൽ നിന്നുകൊണ്ട് അയച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം കട്ട് ചെയ്തു. കിട്ടുന്ന ഗൾഫിൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം എല്ലാം അദ്ദേഹം അനേകർക്ക് ദാനം കൊടുത്തു. അനേകർക്ക് അത് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങളുള്ള ദേഷ്യം കൊണ്ട് ഞങ്ങൾക്കത് വേദന ഉണ്ടാകണം എന്ന്, അങ്ങനെയെങ്കിലും വിശ്വാസത്തിന് പുറകോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു അദ്ദേഹം എന്ത് ചെയ്തു, കിട്ടുന്ന പൈസ, സമ്പത്ത് മുഴുവനും അദ്ദേഹം മദ്യപിച്ച് തീർക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്റെ സുഹൃത്ത് ഒരാള് ഞങ്ങളെ വിളിച്ചിട്ട്, എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു മണ്ടിയാണ്, ഇത്രയും നല്ലൊരു ഭർത്താവിനെ നിനക്കുണ്ട്, നിനക്ക് സ്വന്തമായി വീട് പണിഞ്ഞു തന്നു, നിങ്ങളെ എത്ര നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ വേണ്ട, യേശുവാണ് വലിയവൻ എന്ന് പറഞ്ഞു. നിന്നെപ്പോലൊരു മണ്ടി ലോകത്തുണ്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ഒരിക്കലും മണ്ടത്തരം കാണിച്ചിട്ടില്ല, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്നും ജീവനോടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ കർത്താവ് പൂർണ്ണമായി തീർത്തു തരും, പരിഹാരം കാണിച്ചു തരും, എല്ലാം നന്നായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചില വർഷങ്ങൾ, ഒരു 2 വർഷത്തോളം എൻ്റെ അപ്പൻ ഗൾഫിൽ നിന്നും എൻ്റെ അമ്മയ്ക്ക് പൈസ അയക്കുകയോ അല്ലെങ്കിൽ ക്യാഷ് അയക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ
വല്ലാത്തൊരവസ്ഥയിൽ കൂടെ മുന്നോട്ട് കടന്നുപോയി. അതൊക്കെ ഞങ്ങളുടെ പരീക്ഷാ കാലമായിരുന്നു. പക്ഷേ ആ പരീക്ഷാ കാലത്തായിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ദൈവം ഏറ്റവും അധികം സ്ട്രോങ് ആക്കിയത്. പലപ്പോഴും സ്കൂളിൽ ട്യൂഷൻ ഫീസൊക്കെ അടയ്ക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഡയറിയൊക്കെ തുറക്കുമ്പോൾ നല്ല പുതുപുത്തൻ 500 രൂപ നോട്ട് അതാര് കൊണ്ടുവച്ചെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഞങ്ങൾ പോലും അറിയാതെ പലരിലൂടെയും ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ വിശ്വാസത്തെ ദൈവം ഞങ്ങളെ സ്ട്രോങ് ആക്കി. ദൈവം ഞങ്ങളെ വളർത്തി. ഞാനാണ് സാക്ഷ്യം പറയുന്നെങ്കിലും എൻ്റെ സഹോദരിയായാലും എൻ്റെ അമ്മയായാലും ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടും ഈ ഒരു കാലം ഞങ്ങളുടെ അപ്പൻ ഞങ്ങളിൽ നിന്ന് അകന്നു നിന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളെ വ്യക്തിപരമായി ദൈവം വിശ്വാസത്തിലും ദൈവത്തെ കർത്താവായ യേശുവിനെ കുറച്ചുകൂടെ രുചിച്ചറിയുവാനും കുറച്ചുകൂടെ ആ ദൈവത്തിന്റെ കരുതലിന്റെ ആഴം രുചിക്കറിയുവാനും ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. വചനത്തിലൂടെ ഒക്കെ ദൈവം ഞങ്ങളെ സ്വപ്നത്തിലൂടെ, ആലോചനകളിലൂടെ, അനേക ദൈവദാസന്മാരിലൂടെ ഒക്കെ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഡാഡിയുടെ കുടുംബക്കാരും ഒക്കെ വിശ്വാസികളല്ലാത്ത, അതിന് വിരോധികളായോ വരുന്നവർ വിചാരിച്ചു ഇതോടെ ഞങ്ങളുടെ കുടുംബം അടിച്ചു പിരിഞ്ഞ് തകർന്നു പോകുമെന്ന് വിചാരിച്ചു. അവർ കാത്തിരുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ ഡാഡി നാട്ടിലേക്ക് വന്നപ്പോ എൻ്റെ അമ്മയോടോ എന്നോടോ എൻ്റെ സഹോദരിയോടോ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു ആൾക്കാർ വീട്ടിലുണ്ടെന്ന് പോലും താൻ പരിചയമില്ലാത്ത രീതിയിൽ അദ്ദേഹം പെരുമാറാൻ തുടങ്ങി. വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ വെളിയിൽ പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതായ അവസ്ഥകൾ, അതൊക്കെ മനഃപൂർവ്വം താൻ ചെയ്യുകയാണ്. ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങളെ ആ വിശ്വാസത്തെ മടക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞങ്ങൾ വേണ്ട, ഈ വിശ്വാസം വിട്ട് ഞങ്ങൾ ഇനി ഇല്ല, ഞങ്ങൾ പോകുന്നില്ല എന്നൊരു വാക്ക് താൻ ഞങ്ങൾ വായി നിന്ന് കേൾക്കണം. ആ ഒരു അനുഭവത്തിന് വേണ്ടി, ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ താൻ ഇങ്ങനെ ഞങ്ങളെ വിശ്വാസം മാറ്റിയെടുക്കാൻ വേണ്ടി താൻ ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമോ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ മനസ്സില്ലാതെ താൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉണക്കമീൻ ചുടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉണക്കമീൻ ചുടുമ്പോൾ അതുവരെ സംസാരിക്കാത്ത എൻ്റെ ഡാഡി മുമ്പോട്ട് വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വീട് മുഴുവൻ നാറ്റം ഉണ്ടാക്കുന്നത്? വല്ലാത്ത ദുർഗന്ധമാണല്ലോ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, അത് ദുർഗന്ധമല്ല, അത് ദുർഗന്ധമാണോ അല്ലെ അത് മണമാണോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഡാഡി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചോറും അത് നമുക്ക് കൊണ്ടുപോകാം, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഒരു ഉണക്കമീനിന്റെ കൂടെ കർത്താവ് മിണ്ടാതിരുന്ന എൻ്റെ അപ്പൻ മിണ്ടുകയും സ്തോത്രം ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയാവുകയും ചെയ്തു. എങ്കിലും തന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞങ്ങളോടൊരു വിരോധം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരിയുടെ വിഷയത്തിൽ വരികയാണെങ്കിൽ, സഹോദരി വിശ്വാസത്താൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എൻ്റെ അപ്പന്റെ ഒരു സഹായവും ഇല്ലാതെയാണ് അവൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ കടന്നു പോവുകയും കർത്താവ് അവിടെ വെച്ച് അവളെ പണിഞ്ഞു. ദൈവം അവളെ വിശ്വാസത്തിൽ അവിടെ വെച്ച് വളർത്തി. അങ്ങനെയൊക്കെ ദൈവം ഞങ്ങളെ നടത്തി. അതൊക്കെ അങ്ങനെ നടത്തി. ദൈവം അവിടെയൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ വളരെ വലുതാണ്. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തു. എന്നാൽ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന്റെ വിഷയം വന്നപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, ക്രിസ്ത്യൻ രീതിയിൽ ഒരു കല്യാണമാണ് നിങ്ങൾ ഭാവന കാണുന്നെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. അങ്ങനെ ഒന്ന് നടക്കുന്നെങ്കിൽ എൻ്റെ ശവം കണ്ടിട്ടേ അത് നടക്കത്തുള്ളൂ. ഞാൻ ഇവിടെ കയറി ഈ ഫാനിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും എൻ്റെ സഹോദരിക്കും എൻ്റെ അമ്മയ്ക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞു, അവർ വാവിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കേ. ഈ വിഷയത്തിൽ ഇത് നിന്റെ വ്യക്തിപരമായ പരീക്ഷയാണ്. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വിഷയത്തിൽ നിനക്കൊരു മറുപടി തരും. ദൈവം ഇതുവരെ നമ്മളെ കൈവിട്ടിട്ടില്ല, ഇനിയും അവൻ നമ്മെ കൈവിടുകയില്ല. അങ്ങനെ എൻ്റെ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്കൊരു ഡേറ്റ് വെളിപ്പെടുകയും ആ ഡേറ്റിൽ അവളുടെ വരൻ കടന്നു വരുമെന്നും ക്രൈസ്തവ രീതി തന്നെ ഒരു വിവാഹം നടക്കുന്നതായി അവൾക്ക് ദൈവ സ്വപ്നം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസമായപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആലോചന വന്നു. എവിടെ നിന്ന് ആലോചന വന്നെന്നറിയാമോ? എൻ്റെ അമ്മയോട് സുവിശേഷം അറിയിച്ച ഞങ്ങൾ കുഞ്ഞുനാളിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മാതാവ്, എൻ്റെ അമ്മയുടെ അപ്പച്ചിയുടെ ചെറുമകൻ തന്നെ, ആ കുടുംബത്തിൽ തന്നെ ആലോചന കടന്നു വരികയും
ആ ആലോചനയുടെ മുമ്പിൽ എൻ്റെ അപ്പന് കൈ കൊടുക്കേണ്ടി വരികയും അങ്ങനെ എൻ്റെ സഹോദരിയുടെ വിവാഹം വളരെ സന്തോഷമായി നടന്നു. എൻ്റെ സഹോദരി ഒരു മിഷണറി കുടുംബത്തിൽ തന്നെ കടന്നു പോവുകയും അതിനുശേഷം എൻ്റെ അപ്പൻ വളരെ എൻ്റെ അപ്പന് മനസ്സിലായി, ഇവരെ ഇനി പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ എത്രത്തോളം ഇവരെ പിന്മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം വലിയവനാണെന്നുള്ള ഒരു ചിന്ത തൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും താൻ അതുവരെ വർഷങ്ങളായി നമ്മോട് കാണിച്ച ആ ഒരു വിരോധം, അവിശ്വാസത്തോട് കാണിച്ച വിരോധത്തിന് താൻ അതിനൊരു വിരാമം ഉണ്ടാവുകയും താൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എൻ്റെ വിശ്വാസം, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തിന് ഞാനൊരു തടസ്സമാകത്തില്ല. പക്ഷെ നിങ്ങളുടെ വഴിയിൽ ഞാൻ വരികയില്ല. കാരണം എൻ്റെ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ പാരമ്പര്യം വിട്ട് ക്രിസ്ത്യാനി ആകെയില്ല, ഞാൻ വിശ്വാസ മാർഗത്തിൽ പോകുകയില്ലെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വഴിയിൽ വരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് പരസ്യമായി ചർച്ചിൽ പോകാനും മീറ്റിങ്ങിന് പോകാനും ഒക്കെയുള്ള അനുവാദം ഡാഡി അനുവദിച്ചു കൊടുക്കുകയും ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്തു. എൻ്റെ സഹോദരിയുടെ കുടുംബം, എൻ്റെ സഹോദരി അയച്ച കുടുംബം ദൈവദാസന്മാരുടെ കുടുംബം. അതുകൊണ്ട് ബന്ധുക്കളായി വരുന്നവരും ദൈവദാസന്മാരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ വിടുതലുകളെ അയച്ചു. അത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. ഇന്ന് അവർ കുടുംബമായിട്ട് അയർലൻഡിലായിരിക്കുന്നു. ഒരു കുടുംബം അവിടെയും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുകയാണ്. അവർ ശുശ്രൂഷയുടെ ഭാഗം അവർ ചെയ്യുന്നു. എന്നാൽ കർത്താവിന്റെ വേലയെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സ്തോത്രം. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ പ്രശ്നങ്ങൾക്ക് ഉള്ളപ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ വിളിച്ചു. കർത്താവ് 2001 തന്നെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവദാസൻ എന്നെ കൈവച്ച് അനുഗ്രഹിക്കുകയും എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2006 ഒരു പൊതു ശുശ്രൂഷകനായി ഞാൻ പുറത്ത് ശുശ്രൂഷയ്ക്ക് വിളിയുള്ള അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. 2008 ഒരു സഭ, ഒരു കൂട്ടായ്മ കിളിമാനൂരിൽ ആരംഭിക്കണമെന്ന് ദൈവദാസന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവിക ആലോചന ഉണ്ടാവുകയും എന്നാൽ എനിക്ക് അതിലൂടെ താല്പര്യം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കാര്യം സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പൊതു ശുശ്രൂഷ പോലെയല്ല. അത് വളരെ ഗൗരവമുള്ള ശുശ്രൂഷയാണ്, വളരെ ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഒരു രാത്രി കർത്താവിനോട് സംസാരിച്ചു, സ്വപ്നത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. നീ കിളിമാനൂരിൽ ഒരു മീറ്റിംഗ് തുടങ്ങണം. സഭകൾ ഇല്ലാന്നത് കൊണ്ടല്ല, സഭകളുണ്ട്. പക്ഷേ എൻ്റെ ചില പദ്ധതികൾ എനിക്ക് വെളിപ്പെടുത്തേണ്ടതിന് കിളിമാനൂരിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കണമെന്ന് പറയുകയും ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് 8 അംഗങ്ങൾ ചേർന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ ചേർന്ന് ഒരു ഭവനത്തിൽ ഒരു ഭവന പ്രാർത്ഥന എന്ന നിലയിൽ സഭായോഗം ആരംഭിക്കുകയും ഞങ്ങളുടെ ആത്മീക പിതാവ് കടന്നു വന്നത് പ്രാർത്ഥിച്ച് അത് സമർപ്പിക്കുകയും അങ്ങനെ പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു. 2 വർഷത്തോളം ആ ചർച്ചിന് വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനേക ദേവദാസന്മാർ ആലോചന പറയുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. 2 വർഷത്തോളം ആ 8 അംഗങ്ങളിൽ നിന്ന് ഒന്നുപോലും മുമ്പോട്ട് പോയില്ല. ഒരു അംഗങ്ങൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ 2ാമത്തെ വർഷമായപ്പോൾ സഭ വളരുവാൻ തുടങ്ങി. എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവത്തിന്റെ സഭ വളരുവാൻ തുടങ്ങി. അനേകർ കടന്നു വന്നു, ആരാധിക്കാൻ കടന്നു വന്നു. പലപ്പോഴും സഭാ ശുശ്രൂഷ എനിക്ക് അത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ അത്ര ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും ഞാൻ അതിനുവേണ്ടി കർത്താവ് നിയോഗിച്ചത് നിർബന്ധിക്കാൻ ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചു. പക്ഷെ കർത്താവ് അനേകം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഒക്കെ ദൈവത്തിന്റെ സഭയെ കർത്താവ് ഉറപ്പിച്ചു എന്നാണ് പറയാൻ. ഉറപ്പിച്ചു. ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഡാഡി വളരെ കർക്കശമായി ഒരു ഗ്രാമം മുഴുവനും ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഞങ്ങൾ പലപ്പോഴും റോഡിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ഞങ്ങളെ പലരും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. പലരും ഞങ്ങളുടെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞിട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കാണുകെ മക്കളെ മാതാപിതാക്കൾ അടിക്കുന്നത്
എന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അടിക്കുന്നത്. ഇവനെപ്പോലെ ഒരിക്കലാകരുതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഞങ്ങൾ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അതിന്റെ നടുവിലാണ്, ഇത്രയും എതിർപ്പുകളുടെ നടുവിലാണ് കർത്താവ് ഒരു സഭാ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചത്. ഒരു ഒരു കർത്താവിന്റെ വേല ചെയ്യുവാൻ, കുടുംബമായിട്ട് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. അതിനുശേഷം കർത്താവിന്റെ വൈപ്രദേശത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ കടന്നു പോകുവാനും, പല സ്റ്റേറ്റുകളിൽ കടന്നുപോയി കർത്താവിന്റെ ശുശ്രൂഷയുമായി, വചനവുമായി, തിരുവചനവുമായി കടന്നുപോയി ശുശ്രൂഷിക്കാനും ഒക്കെ കർത്താവ് ഭാഗ്യം തന്നു. വലിയ വലിയ ദൈവദാസന്മാരോട്, ഉന്നതന്മാരായ ദൈവദാസന്മാരോട് ഒപ്പം ഇരിക്കുവാൻ, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും, അവിടെയൊക്കെ പോയി കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക്, ഈ പ്രശ്നത്തിന്റെ നടുവിലും കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നത് ദൈവം തെളിയിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും തന്നെ ദൈവത്തിനൊരു പ്രശ്നമല്ല. ദൈവത്തിന് ഒരുവനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരുവനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിച്ചിരിക്കും എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു ആ സമയത്ത്. സഭാ ശുശ്രൂഷ തുടങ്ങി, സഭ വളരുവാൻ തുടങ്ങി, അനേക ആത്മാക്കൾ കടന്നു വന്നു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. എല്ലാ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് പരിചയമില്ലാത്ത ഞങ്ങളുടെ ആത്മീയ പിതാവ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ കൈത്താങ്ങൽ തന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒക്കെ ചെയ്തു. ആ ദേവദാസനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭവന പ്രാർത്ഥന ആരംഭിച്ച ഭവനത്തിൽ തുടങ്ങിയെങ്കിലും ആ ഭവനത്തിനകത്ത് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ വിശാലമായ ഒരു ഹോൾ വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ കിളിമാനൂർ പോലെ വളരെ എതിർപ്പുള്ള, സാമൂഹ്യ വിരുദ്ധരായ, സുവിശേഷത്തിന് വിരോധികളൊക്കെ ഉള്ള ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങി എങ്ങനെ ഒരു ദൈവവേല തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ ഒരു ഹോളിൽ നമ്മൾ കുറച്ച് വിശാലമായി ആരാധിക്കുന്നതിന് ഒരു ചെറിയ ഭയമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം 1999 ജോസഫ് കൂപ്പർ എന്ന് പറയുന്ന മിഷണറിയെ ബോംബെറിയുകയും അദ്ദേഹത്തിന്റെ കയ്യെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ വിരുദ്ധരുള്ള സ്ഥലം, ആ സംഭവം നടന്നത് ഈ കിളിമാനൂരിൽ വെച്ചായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഈ സ്ഥലത്ത്, ഞങ്ങളുടെ അപ്പന്റെ ആൾക്കാരൊക്കെ എതിരാളികളെ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു സഭാ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് പോകുവാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ താന്നിരുന്നു. കർത്താവ് ഒരു ദേവദാസനെ അയച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നു ഒരു അടച്ചിട്ട ഒരു ഹോളിനകത്ത് നിങ്ങൾ ആരാധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവിന്റെ ആത്മ പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം ഒരിക്കലും മറഞ്ഞിരിക്കാൻ പാടില്ല എന്ന ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ട് അദ്ദേഹം കടന്നുപോയി. ചില ദിവസങ്ങൾ കടന്നു പോയപ്പോൾ തന്നെ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ഒരു കിളിമാനൂരിലുള്ള റോഡ് സൈഡിൽ തന്നെ, മെയിൻ റോഡിന്റെ അടുത്ത് തന്നെ ഒരു മുസ്ലിം സഹോദരൻ ഞങ്ങൾക്ക് വേണ്ടി വെറുതെ കാട് പിടിച്ച് കിടന്ന തന്റെ പറമ്പ്, നിലം വാടകയ്ക്ക് തന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ആരാധിക്കാൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അത് വലിയൊരു ദൈവപ്രവൃത്തിയായിരുന്നു. കിളിമാനൂരിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യം കർത്താവ് അവിടെ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ടെന്റ് അടിച്ചു. കർത്താവിന്റെ കൃപയാൽ ഒരു ടെന്റ് അടിക്കുകയും അവിടെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്തു. ആരാധിക്കാൻ വേണ്ടി പണിഞ്ഞു. ടെന്റ് അടിച്ചു, ഞങ്ങൾ ആരാധന തുടങ്ങി. എന്നാൽ ആരാധന തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലീസ് കടന്നു വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നാളെ പോലീസ് സ്റ്റേഷനിൽ വരണം, എന്നെ ഒന്ന് കാണാൻ വരണം. അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ അല്ലാത്ത ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാനും എൻ്റെ സഭയിലെ കുറച്ച് ആത്മീയ സഹോദരങ്ങളും ചേർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട SI ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ, നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള നാട്ടുകാരും ചുറ്റുമുള്ള കടക്കാരും എല്ലാവരും ചേർന്ന് നിങ്ങൾക്കെതിരെ ഒരു മാസ് പെറ്റീഷൻ കളക്ടറിന് കൊടുത്തിട്ടുണ്ട്. ആ കളക്ടറിന്റെ ഓർഡറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചർച്ച അടച്ചു പൂട്ടണം. നിങ്ങൾക്ക് നടത്താനുള്ള അധികാരങ്ങളുണ്ടോ എന്ന് പുനഃപരിശോധിച്ച് ഇത് പൂട്ടിക്കാനുള്ള ഓർഡറാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഓർഡർ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പോലീസിനെ അദ്ദേഹത്തിന് കൈക്കൂലിയൊക്കെ കൊടുത്ത് അവർ ഞങ്ങൾക്ക് നേരെ ഒരു ഭീഷണി മുഴക്കി അതിനെ അടച്ചു പൂട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. നാട്ടിലുള്ള ചില സുവിശേഷ വിരോധികൾ അവരുടെ പ്രേരണയാൽ
ഒരു മാസ് പെറ്റീഷൻ ഉണ്ടാക്കി അവർ ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുവാൻ പ്ലാൻ ഇടുകയായിരുന്നു. പെട്ടെന്ന് പിറ്റേ ആഴ്ച ഞായറാഴ്ച നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തെ ഒരു 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 ഞങ്ങളോട് അല്പം സ്നേഹമുള്ള ഒരു വ്യക്തി കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ദേവദാസനെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, അടുത്ത ആഴ്ച നിങ്ങളിവിടെ ആരാധിക്കരുത്. അടുത്ത ആഴ്ച നിങ്ങൾ ആരാധിച്ചാൽ ഇവിടെ വലിയ ലഹള ഉണ്ടാകും. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസികളെ ഇതിനകത്ത് ആക്രമിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു കൂട്ടം സാമൂഹിക വിരോധികൾ വലിയ പ്ലാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടെ ആരാധിക്കേണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ആരാധിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടന്നുപോയി. എന്നെ അത് വലിയ വിഷമത്തിലാക്കി. ഞാൻ സഭയിലെ എല്ലാ വിശ്വാസികളോടും ഞാൻ പറഞ്ഞു, യോർദാനിന്റെ നടുവിൽ യോർദാനെ രണ്ടായി വിഭാഗിച്ച് അക്കരെ കടത്തിയൊരു ദൈവമുണ്ട്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഞങ്ങളെ ഇവിടെ ആരാധിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വേല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവസഭയെ ഉറപ്പിക്കാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ സഭ ഒരുമിച്ച് ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങി. ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. അതിൽ 4 ദിവസത്തെ ഫാസ്റ്റിംഗ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെള്ളം കുടിക്കാതെ ഞാൻ ഇരിക്കുവാൻ തീരുമാനിച്ചു. കാരണം പിറ്റേ ഞായറാഴ്ചത്തെ ആരാധന വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആരാധനയാണ്. കാര്യം അവർ ഞങ്ങളുടെ നേരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്, ആരാധന ഹാളിനകത്ത് പ്രവേശിച്ചാൽ സാമൂഹ്യ വിരോധികൾ കയറും, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് മാധ്യമങ്ങളിൽ വരെ വരുന്ന തലത്തിലേക്ക് ആ പ്രശ്നം വളർന്നു വലുതായി അത് മാറ്റപ്പെടും എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസികളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞ അതേ ആ വചനം എനിക്ക് ഇടപെട്ടു. നിങ്ങൾ എന്തിന് ഭയപ്പെട്ട് നിൽക്കുന്നു? ജനത്തോട് പറയുക, മുൻപോട്ടേക്ക് പോകുക എന്നൊരു ശബ്ദം മാത്രം ഞാൻ എൻ്റെ ആത്മാവിൽ കേട്ടു. ഞാൻ 4 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. 4-മത്തെ ദിവസത്തെ ഫാസ്റ്റിംഗ് അല്പം ഹെവി ആയി തീർന്നുകൊണ്ട് എനിക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയായി. അങ്ങനെ ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ അത് എന്നെ പൊക്കിയെടുത്ത് എനിക്ക് വെള്ളമൊക്കെ തന്നു. അങ്ങനെ പിറ്റേന്ന് ഞായറാഴ്ചത്തേക്ക് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി പോകാൻ ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് വിശ്വാസികൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കുറച്ച് പ്രധാന കുടുംബങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇന്നത്തെ ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു വരാൻ? അപ്പൊ ആ വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ നിൽക്കും. കാര്യം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇനി കർത്താവിന്റെ നാമത്തിൽ കൊള്ളാനാണ് കർത്താവ് നമ്മളെ അങ്ങനെയാണ് ദൈവഹിതമെങ്കിൽ അതും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം നല്ലവരായ കർത്താവിൽ പ്രത്യാശയുള്ള ഉറപ്പുള്ള ഒരു കൂട്ടം വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററോടെ ഞങ്ങൾ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച തുറക്കുന്ന 9:30 മണി ആയപ്പോൾ ഞാൻ പ്രാർത്ഥനയോടുകൂടെ അന്ന് എനിക്ക് വാഹനങ്ങളൊന്നുമില്ല. ഇന്ന് ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ട്, ഒരു കാറുണ്ട്. പക്ഷെ അന്ന് ഓട്ടോറിക്ഷയിൽ ഞാനും എൻ്റെ കുടുംബവും ചെന്ന് ഇറങ്ങുകയാണ്. അന്ന് ഞാൻ വിവാഹിതനല്ല. എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയൊക്കെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി. ആ ചർച്ചിന്റെ മുമ്പിൽ ഇറങ്ങുമ്പോൾ സാമൂഹ്യ വിരുദ്ധർ അവരെങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ചർച്ച തുറക്കുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ഞങ്ങൾ ചർച്ച തുറക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവർ ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചു വരുത്താൻ, ഞങ്ങളെ അടിക്കാൻ. ഞാൻ നോക്കുമ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ സഭയിലെ എല്ലാ വിശ്വാസികളും അവിടെ വന്നിരുന്നു. എല്ലാവരും വന്നിരുന്നു. ഞാൻ അവരെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. കാര്യം ഞാൻ എത്തുന്നതിന് മുമ്പേ ദൈവമക്കൾ അവിടെ വന്നല്ലോ എന്നോർത്ത്. അങ്ങനെ ഞാൻ കരുതിയത് ഞാൻ മാത്രമേ അവിടെ കാണുള്ളതാണ്. പക്ഷേ ദൈവമക്കളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവജനമെല്ലാം ഒപ്പം നിന്നു. ഞാൻ ചർച്ചിലേക്ക് തുറക്കുന്ന മെയിൻ ഗേറ്റ് അത് ഞാൻ തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇന്ന് ഞാനത് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ എവിടെ സാക്ഷ്യം പറഞ്ഞാലും ഈ സാക്ഷ്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ആ ഗേറ്റ് തുറക്കുമ്പോൾ ഞാൻ കാണുകയാണ്, ഞങ്ങളുടെ ആ ടെന്റിന്റെ അടുത്ത് ഏകദേശം ഒരു തെങ്ങിന്റെ അത്ര പൊക്കത്തിൽ വലിയ ഒരു ദൈവദൂതൻ നിൽക്കുന്നു. ഭയങ്കരമായി വിവരിപ്പാൻ കഴിയാത്ത വിലയിൽ ഉള്ള വെള്ള വസ്ത്രം ധരിച്ച്, തൂവെള്ള പോലുള്ള വസ്ത്രം ധരിച്ച ഒരു പ്രകാശത്തോടെ നിൽക്കുന്ന ഒരു ദൂതൻ. ആ ദൂതന് 2 ചിറകുണ്ട്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ 2 ചിറക് കൊണ്ട് ആ ടെന്റിനെ ഈ കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറച്ചിരിക്കുകയില്ല, അതുപോലെ
ആ ടിന്റിനെ മൂടി മറച്ചിരിക്കുകയാണ്. ഇത് സ്വപ്നമൊന്നുമല്ല, കണ്ണടച്ച് കാണുന്ന ദർശനമല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ നഗ്നനേത്രം കൊണ്ട് ഞാൻ കണ്ടതാ, എൻ്റെ അനുഭവമായിരുന്നു. ആ ദൂതന്റെ കയ്യിൽ ഒരു വലിയ വാളുണ്ടായിരുന്നു, വലിയൊരു വാൾ. ആ വാള് ആകാശത്തേക്ക് താൻ ഇങ്ങനെ ഉയർത്തി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് ഇത് കാണുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ അതുവരെ ഇല്ലാത്തൊരു വിശ്വാസത്തിന്റെ അടുത്ത ലെവൽ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. ഞാൻ തിരിഞ്ഞിട്ട് ഞാൻ വിശ്വാസികളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ ഇവിടെ കയറിയിട്ടുണ്ട്, നമുക്ക് കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. അന്നത്തെ ആ ആരാധന വളരെ ശ്രേഷ്ഠമായിരുന്നു. ചർച്ചടിച്ച് പൊളിക്കാനും ഞങ്ങളെ ഉപദ്രവിക്കാനും മീഡിയയിൽ പേര് വരുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിന്ന സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ, അവർ ആരാധന കഴിയുന്നത് വരെ അവർക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല. അവരവിടെ നിന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ മുമ്പിലൂടെ ഞങ്ങൾ ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ അവർക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. അവർ കിളിമാനൂരിന്റെ ചരിത്രത്തിൽ പല ദൈവദാസന്മാരെ അടിച്ചവരാ, പല സഭകളെ പൊളിച്ചവരാ, പല ഭീഷണികൾ നടത്തിയവരാ. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചർച്ചിന്റെ മെയിൻ ഗേറ്റിന്റെ ഭാഗത്ത് അവർക്ക് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആരാധന മുഴുവൻ അവർക്ക് കേട്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആമേൻ. അതിനുശേഷം ദൈവസഭ വളരുവാൻ തുടങ്ങി. അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. ഏകദേശം 68 സ്നാനങ്ങൾ തന്നെ നടന്നു ആ വർഷം. 68 സ്നാനങ്ങൾ നടത്തപ്പെട്ടു. അനേക ക്യാൻസർ രോഗികൾ സൗഖ്യമായി. മരിച്ച വ്യക്തികൾ വരെ എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. മരിച്ച ഡെഡ് ബോഡി എഴുന്നേറ്റു. ഹാർട്ട് രോഗികൾ സൗഖ്യമായി. പാരലൈസായി കിടന്ന മെഡിക്കൽ കോളേജ് വരെ തള്ളിയവർ എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ചകൾ കണ്ടു. ക്യാൻസർ രോഗം ബാധിച്ച് ശ്വാസം നഷ്ടപ്പെട്ട് ഡോക്ടർ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചയച്ചവർ വരെ സൗഖ്യമായി. അവർ സംസാരിക്കുന്ന ലൈവായിട്ടുള്ള മിറക്കിൾസുകൾ സഭ കാണാൻ തുടങ്ങി. പ്രതികൂലത്തിന് നടുവിൽ, പ്രതികൂലങ്ങൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, അപ്പോഴൊക്കെ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും നമ്മളെ ഫോളോ ചെയ്യും. ദൈവരാജ്യം പ്രതികൂലങ്ങളുടെ നടുവിലാണ് ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്നതെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ആ സമയങ്ങളിലായിരുന്നു. ആത്മാക്കൾ, അനേക ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി, അനേകർ സൗഖ്യമാകാൻ തുടങ്ങി, അനേക സ്നാനങ്ങൾ നടന്നു. ഞങ്ങളെ ആട്ടിപ്പായ്ക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. അവിടെ വലിയ ദൈവപ്രവൃത്തികൾ നടന്നു. ഇന്നും ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സഭയെ തകർക്കുമെന്ന് പറഞ്ഞ് ആ സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന വ്യക്തികളെല്ലാം അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. അവരെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ ആ സഭയ്ക്ക് നേരെ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ടാണ് ഉണ്ടായതെന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളുടെ സഭയ്ക്ക് നേരെ പ്രധാനമായും സഭയെ നശിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ വ്യക്തി, അയാൾ ആത്മഹത്യ ചെയ്തു. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദേശം മുഴുവൻ ഭയക്കുന്ന വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം ഒരിക്കലും വിശ്വാസത്തിൽ പോലും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ച ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിന്റെ നടുവിൽ നിന്നും ദൈവം എന്നെ പരസ്യമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ, ഈ കിളിമാനൂരിൽ പരസ്യമായി ദൈവദാസനായി തന്നെ നിൽക്കുവാൻ, കർത്താവിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. എന്നെ മരിച്ചു പോകേണ്ട എന്നെ തകർന്നു പോകേണ്ട എന്നെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ, ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്നല്ല, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. എന്നെ വളരെ ആഴമായ ഹൈന്ദവ കെട്ടുപാടുകളുടെ അകത്തു നിന്നും ഒരിക്കലും വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിനടുവിൽ കർത്താവ് ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്കായി കുടുംബമായി വിളിച്ചു. ഇന്നും എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ പൂർണ്ണമായി വന്നിട്ടില്ല, എങ്കിലും അദ്ദേഹം എതിരല്ല. ഇന്നും ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം തല വണങ്ങി പ്രാർത്ഥിക്കും. അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പൂർണ്ണമായി തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കിളിമാനൂരിൽ ഞങ്ങൾ ഇന്നും പരസ്യമായി തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുമ്പോൾ കിളിമാനൂരിന്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എല്ലാവരും കേൾക്കെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവം ഞങ്ങളെ അങ്ങനെ ആക്കി നിർത്തി. അത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് ദൈവത്തിന്റെ ഒരു വാശിയായിരുന്നു. ഞങ്ങളെ ഒതുക്കും, അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യും എന്ന്
ചിന്തിച്ച ചിന്തിച്ച ഒരു, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ച ഒരു സമൂഹത്തിന് നടുവിൽ കർത്താവ് ഞങ്ങളെ ഇന്നും പരസ്യമായി തന്നെ സാക്ഷിയാകുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവിൽ വന്ന ശേഷം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. വലിയ കോടീശ്വരരായി എന്നല്ല അതിന്റെ അർത്ഥം, കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവ് പല സ്ഥലങ്ങളിലേക്ക് ഇന്നും അയച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു. അനേക ഹൈന്ദവർ ചർച്ചുകളിൽ ഇന്നും രക്ഷിക്കപ്പെട്ടു. അനേകർ സ്നാനപ്പെട്ട് കർത്താവിലേക്ക് ചേരുന്നു. ദൈവപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ വൈഫിന്റെ പേര് ഗായത്രി എന്നാണ്. അനുഗ്രഹിച്ച 2 തലമുറകളെ തന്നു. മൂത്തത് ഒരു ആൺകുഞ്ഞാണ്, രണ്ടാമത്തെ പെൺകുഞ്ഞാണ്. മൂത്തവന്റെ പേര് നെയ്തൻ എന്നാണ്. രണ്ടാമത്തെ പെൺകുഞ്ഞാണ്, 7 മാസം ആകുന്നു. നെറ്റാനിയ എന്നാണ് പേര്. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും കൂടെ, ഡാഡിയോടും അമ്മയോടും കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ അമ്മ ഞങ്ങളോടൊപ്പം കർത്തൃവേലിയിലായിരിക്കുന്നു. ഞങ്ങളെ കർത്തൃവേലിയിൽ സഹായിക്കുന്നു. അമ്മ നല്ലൊരു പ്രാർത്ഥന പോരാളിയാണ്. ഞങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ സഹായിക്കുന്നു. ഡാഡി ബോംബെയിലും അതിനുശേഷം ഏകദേശം 25 വർഷത്തോളം മസ്കറ്റിന്റെ പ്രദേശത്തിൽ ആയിരുന്നു. ഇപ്പോൾ ആ കമ്പനി ജോലിയൊക്കെ റിസൈൻ ചെയ്ത് താൻ വാർദ്ധക്യത്തിലേക്ക് താൻ പ്രവേശിച്ചത് കൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ ജീവനുള്ള നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയിലൂടെ കർത്താവെ, അടിയന്റെ സാക്ഷ്യം പറയുവാൻ, അറിയിക്കുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. അരോമ ടിവിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിക്കണമേ. ജനലക്ഷങ്ങളിലേക്ക്, ആയിരങ്ങളിലേക്ക്, ലക്ഷങ്ങൾക്ക് ഈ അരോമ ടിവി ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേകരിലേക്ക് ദൈവവചനത്തിന്റെയും അനേകരുടെ സാക്ഷ്യങ്ങളും ഒക്കെ അനേകരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറുവാൻ, അനേകർക്കൊരു വഴികാട്ടിയായി തീരുവാൻ, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ, ദൈവവചനത്തിന്റെ സത്യമറിയാത്ത അനേകർക്ക് ദൈവവചനത്തിന്റെ സത്യവും ദൈവവചനത്തിന്റെ വിടുതലും ക്രിസ്തുവിന്റെ രക്ഷയും പ്രകാശിപ്പിക്കുവാൻ അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയ്ക്കായി അരോമ ടിവിയും അതിന്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും അങ്ങ് ശക്തമായി പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അടിയന്റെ സാക്ഷ്യം ഒരു വലിയ ആത്മീക വർധനവിനായി, ഒരു വലിയ ആത്മീകമായ വർധനവിനായി മുതൽക്കൂട്ടായി തീരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കണമേ. അടിയന്റെ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് സ്വർഗത്തിൽ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും തിരുനാമത്തിന് ഈ സമയം അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ ഗിരീഷ് അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ശക്തിമത്തതുമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ദൈവദാസനോടുള്ളതായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി എത്ര ഭയങ്കരമാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ സാക്ഷ്യത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആ ഒരു മാധ്യമം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്ത ഇടപെടലുകളാണ് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. കാരണം ഞാൻ 100 കണക്കിന് പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യം വ്യക്തമായിട്ട് അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ ഇടപെടലും എത്ര വ്യത്യസ്തമാണ്. ഒരാളോട് ദൈവം കർത്താവിനെ സ്നേഹിക്കുവാൻ ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്ന വഴിയല്ല മറ്റൊരു വ്യക്തിയെ ദൈവം ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി എന്ന് പറയുന്നത്. അത് തികച്ചും വ്യത്യസ്തമാണ്. സ്തോത്രം. ദേവദാസൻ ഗിരീഷിനോടുള്ള ബന്ധത്തില് വളരെ ചെറുപ്പത്തിൽ ശാരീരികമായി വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അത് ഒരു മുഖാന്തരം മാത്രമായിരുന്നു.
കർത്താവിനെ അറിയുവാൻ, ഇന്ന് ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു അവസ്ഥ മാത്രമായിരുന്നു. വളർന്നു വന്നപ്പോൾ ബുദ്ധിയുടെ മണ്ഡലം അതൊക്കെ തെറ്റാണെന്ന് ബുദ്ധി ഉപദേശിക്കുകയും മറ്റ് ചില തെറ്റായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുവാനും ഒക്കെ ഇടയായി തീർന്നു. ബുദ്ധിയുടെ മണ്ഡലത്തെ, തലച്ചോറിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജിസ്റ്റ് ആയിട്ട് മാറുവാൻ വേണ്ടി നക്ഷത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് ആ ഒരു വഴിയിലേക്ക് പോകാൻ ഒരു പക്ഷെങ്കിൽ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നക്ഷത്രങ്ങൾക്ക് അപ്പുറമായി കാര്യങ്ങളെ വിഭാവന ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ആഴത്തിലേക്കും നൂർന്നിറങ്ങുവാൻ ദൈവം അവസരം ഒരുക്കുകയായിരുന്നു. കേവലം ആ രോഗങ്ങൾ, ശ്വാസം മുട്ടല്, അപ്പോൾ ഉണ്ടായിരുന്നതായ ആ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു ചവിട്ടുപടി മാത്രമായിരുന്നു, അല്ലേ? അത് ദൈവത്തിന്റെ മഹാപദ്ധതിയായിരുന്നു. ഒരിക്കലും ഈ വെളിച്ചത്തിലേക്ക് വരുവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തി, ഒരിക്കലും ഈ അനുഭവത്തിൽ ഇന്നായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ആയിരുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് ഒരിക്കലും ആർക്ക് തടയുവാൻ കഴിഞ്ഞ ഒരു വിഷയമല്ല. നമ്മൾ ജനിച്ചു വളർന്ന മതത്തിനോ വിശ്വാസത്തിനോ പശ്ചാത്തലത്തിനോ കുടുംബത്തിനോ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് പോലും, നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും തടുക്കുവാൻ കഴിയാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം കാര്യപരിപാടികളെ വിഭാവനം ചെയ്തത് എത്ര ഭയങ്കരവും എത്ര മനോഹരവുമായിട്ടാണെന്ന് ഞാൻ കേൾക്കുകയായിരുന്നു. സ്തോത്രം. തടയുവാൻ വേണ്ടി ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം വേഷങ്ങളിലൂടെയാണ് പിശാച് മുന്നിൽ ഓരോ ആയുധങ്ങളുമായിട്ട് വന്നത്. പക്ഷെ ദൈവത്തിന്റെ ആയുധങ്ങളുടെ മുൻപിൽ, ദൈവത്തിന്റെ ആയുധം എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ ആയുധമായിരുന്നു. ആ സ്നേഹത്തിന്റെ വാക്കുകളിലൂടെ, ഇടപെടലുകളിലൂടെ എല്ലാ ആയുധങ്ങളും എതിരുകളും അത് നിർജീവമായി തീരുവാൻ, ദുർബലമായി തീരുവാൻ, നിഷ്ഫലമായി തീരുവാൻ ഇടയായി തീർന്നു. കർത്താവ് സ്നേഹിക്കുന്ന ആ മഹാസ്നേഹത്തിന്റെ ആഴങ്ങളെ രുചിച്ചറിയുവാൻ പ്രിയ കർത്താവിന്റെ ദാസന്, മാതാവിന്, സഹോദരി കുടുംബത്തിന്, ദൈവദാസിക്ക്, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ ഇന്നായിരിക്കുന്ന ആ ദേശത്ത്, ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷ്യം വഹിപ്പാൻ, ഒരു കൂട്ടം ജനത്തോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ പിൻപറ്റുവാൻ, നല്ല മാതൃകകളിൽ ശുശ്രൂഷ നയിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടുകൂടി കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ സ്വർഗീയ ദൈവം ഇനി ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം സമയം വേർതിരിച്ചതിന് പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം തികച്ചും വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവസ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹതഭാഗ്യന്മാരാണ്. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു, എത്ര വിദ്യാഭ്യാസമുണ്ട്, എത്ര സാമ്പത്തിക പശ്ചാത്തലമുണ്ട്, നമുക്ക് എത്ര പിടിപാടുണ്ട്, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ സറണ്ടർ ആകുന്നില്ല എങ്കിൽ നമ്മൾ വെറും അർത്ഥശൂന്യർ മാത്രമാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മളൊന്ന് വിട്ടുകൊടുത്തേ, നമ്മൾ അസാധാരണമായ നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മുടെ കണ്ണിന് മുൻപിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും, നിങ്ങളുടെ ആത്മാവിലും, നിങ്ങളുടെ ഭവനത്തിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പക്ഷെങ്കിൽ ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണുന്നുണ്ടാവാം, കേൾക്കുന്നുണ്ടാവാം. ഒരു പക്ഷെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കാം നിങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവിന് നിങ്ങളെ രക്ഷിപ്പാൻ, വിടുവിപ്പാൻ, സഹായിപ്പാൻ കഴിയുമെന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ഓർപ്പിച്ചുണർത്തുന്നു. കർത്താവിന് പ്രവർത്തിക്കാൻ വേണ്ടി ഒരവസരം കൊടുക്കുമോ? തീർച്ചയായിട്ടും വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സാക്ഷ്യം
നിങ്ങളെ അതിനുവേണ്ടി കണ്ണു തുറപ്പിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദേവദാസനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം പരമാവധി പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടെ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com